ഹലോ, ഗുഡ് ഈവനിങ്. ആൾ എല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചില ആക്ടിവിറ്റീസ് നമ്മൾ മൊബൈലിലായിരിക്കും കാണുന്നത്, അതുകൊണ്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കൂടി ഒന്ന് ലോഗിൻ ചെയ്യുകയാണ്. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് കമന്റ് ചെയ്യാൻ ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ക്ലിയർ അല്ലാത്തവർ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്യുക, ചാറ്റ് വിൻഡോയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, നമ്മുടെ കോ ഹോസ്റ്റ് ഇർഫാനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് എന്നെ പറ്റി, അതുപോലെ തന്നെ ഇന്നത്തെ സെഷനെ പറ്റി രണ്ട് വാക്ക് പറയാം. എൻ്റെ പേര് ജസ്ലി, സ്വന്തം സ്ഥലം തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് വിവിധ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള മേഖലകളിലാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. ഇതിനു മുമ്പ് ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. 2016 വരെ ബാംഗ്ലൂരിൽ വിപ്രോ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. 2016 മുതൽ 20 വരെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓഫ്ലൈൻ ആയിരുന്നു. 2020 കോവിഡിന് ശേഷം നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഓൺലൈനാണ്. ഏകദേശം 1000-ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ക്ലാസ് ഞാൻ എടുക്കുന്നത് തിരുവനന്തപുരത്ത് ഇരുന്നാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ പല ലൊക്കേഷനിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്. ഏതൊക്കെ ലൊക്കേഷൻ ആണെന്ന് അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. നിങ്ങളുടെ ലൊക്കേഷൻ കൂടി ചാറ്റ് വിൻഡോയിൽ ഇടാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സെഷനിലേക്ക് പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്? ചാറ്റ് വിൻഡോയിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ദുബായിൽ നിന്നുണ്ട്, മലപ്പുറം, കൊച്ചി, കൊല്ലം, ആറ്റിങ്ങൽ, തൃശ്ശൂർ. ഓക്കെ, ഗ്രേറ്റ്. താങ്ക് യു ഫോർ യുവർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ക്വസ്റ്റ്യൻസ് ഉള്ളവരൊന്ന് ഹോൾഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വരും. അതിന് മുമ്പ് ചില ടോപ്പിക്കുകളൊക്കെ നമുക്ക് കവർ ചെയ്യാം. ടോപ്പിക്കിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ടോപ്പിക്കിലേക്ക് പോകാൻ റെഡിയാണോ? റെഡി ആണെങ്കിൽ യെസ് റെഡിയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടോപ്പിക്കുകൾ ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. സോ അതിൽ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഏൺ ₹36 lakhs പെർ ഇയർ യൂസിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് വർഷത്തിൽ 36 ലക്ഷം രൂപ ഏൺ ചെയ്യുന്നത് എങ്ങനെ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് കാണുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ് കാണുന്നുണ്ട്, ഗ്രാഫിക് ഡിസൈൻ, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്, പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ ചെയ്യുന്നത്, ഡൊമൈൻ നെയിമുകളെ കുറിച്ച്, ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത്, ഓൺലൈൻ മണി മേക്കിങ്ങിലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെയുള്ള സംഗതികൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ആദ്യത്തെ ടോപ്പിക്കിൽ തന്നെ അടക്കം. വർഷത്തിൽ 36 ലക്ഷം രൂപ എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റ് സർവീസിലൂടെ നേടാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിന്റെ വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ അതാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് തന്നെ ആദ്യം കടക്കാം. എന്താണ് ഈ സംവിധാനം, എങ്ങനെയാണ് ആക്ച്വലി നമുക്ക് ഈ 36 ലക്ഷം രൂപ എന്ന് പറയുന്ന ഫിഗറിലേക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്നത്? ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു എമൗണ്ട് ഒരു വർഷത്തിൽ നേടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിന്റെ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മിഷൻ 36 ലാക്സ്, നമ്മുടെ ലക്ഷ്യം ആദ്യം നമ്മൾ നിർണ്ണയിക്കുക എന്നുള്ളതാണ്. സോ ആ ലക്ഷ്യം നമ്മൾ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ലക്ഷ്യത്തിനെ മന്ത്ലി ഗോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു വർഷത്തിൽ 36 ലക്ഷം എന്ന് പറയുന്ന ഒരു എമൗണ്ട് നേടണമെങ്കിൽ ഒരു മാസം 3 ലക്ഷം എന്ന് പറയുന്ന ഫിഗർ നേടാൻ സാധിച്ചാൽ ഒരു വർഷത്തിൽ 36 ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മാസം തോറും 3 ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിച്ചാൽ. ഓക്കെ, ഇതിന് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിലൂടെ ഇത് നേടാൻ സാധിക്കും. ഇതിന്റെ പ്രൂഫ് ഉൾപ്പെടെ ഞാൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എന്നുള്ളത് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫേസ്ബുക്ക്, ഗൂഗിൾ, വാട്സാപ്പ്, യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ചെയ്യുന്നത്. സോ അല്ലാതെ ട്രഡീഷണലി മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ മരത്തിൽ കാണുന്ന മാങ്ങകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ളവരാണ്. ഇവരെ സ്വന്തമാക്കാൻ പല മാർക്കറ്റേഴ്സ് ശ്രമിക്കുകയാണ്. ഒരു ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വഴിയിൽ നിന്ന് നോട്ടീസ് വിതരണം ചെയ്യുക, പത്രത്തിൽ മാത്രം പരസ്യം ചെയ്തിട്ട് കാത്തിരിക്കുക. അതേസമയം ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഗൂഗിളിലൂടെയും വാട്സാപ്പിലൂടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളൊക്കെ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു. അതാണ് ഫ്ലൈ ഹൈ വിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ടെക്നിക്സും ഒക്കെ നമ്മുടെ സ്വന്തം ബിസിനസ്സിനകത്തേക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്ത് നമുക്ക് ബിസിനസ് വളർത്തിയെടുക്കാൻ സാധിക്കും. സ്വന്തമായിട്ടൊരു ബിസിനസ് ഇല്ലാത്തവനാണെങ്കിൽ ഈ നമ്മളിവിടെ കാണാൻ പോകുന്ന ടൂൾസും ടെക്നിക്സും ഒക്കെ പഠിച്ചത് മറ്റുള്ളവർക്ക് സർവീസ് ആയിട്ട് ചെയ്തു കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനോ ഈ മേഖലയിൽ ജോലി കണ്ടെത്താനോ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ എന്താണ് ആക്ച്വലി മിനിമം സ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യേണ്ടത്? ഒന്ന് ഡിസൈൻ ചെയ്യുന്നതും രണ്ടാമത്തത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് സ്കില്ലുകൾ നമ്മൾ പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിലെ ആദ്യത്തെ ടൂൾ തന്നെ കാണാം. ഡിസൈൻ ചെയ്യുന്ന ടൂളിലേക്ക് കടക്കാൻ റെഡി ആണെങ്കിൽ ലെസ് കമന്റ് ചെയ്യാം. ഡിസൈൻ ചെയ്യുന്ന ഫസ്റ്റ് AI ടൂൾ നമ്മൾ കാണാൻ പോവാണ്. റെഡിയാണോ? ഡിസൈൻ ചെയ്യുന്ന ടൂളിലേക്ക് പോകാൻ യെസ് റെഡിയാണോ? ഓക്കെ,
ഇതൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളാണ്. ബിങ് ഇമേജ് ക്രിയേറ്റർ എന്നാണ് ഈ ടൂളിന്റെ പേര്. നമുക്ക് എന്തെങ്കിലും ഒരു പോസ്റ്ററോ അല്ലെന്നുണ്ടെങ്കിൽ ലോഗോയോ ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ് ബിങ് ഇമേജ് ക്രിയേറ്റർ എന്നാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഈ ഒരു ലിങ്ക് ലഭിക്കും. bing.com/create എന്നുള്ള ഈ ഒരു ലിങ്ക് ലഭിക്കും. ഈ ഒരു ടൂളിനകത്തേക്ക് ചെന്ന് നമ്മൾ ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അത് ഡിസൈൻ ചെയ്ത് തരും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ ഞാൻ ആ ഒരു ടൂളിനകത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ഒരു കമാൻഡ് കൊടുക്കാനുള്ള ഒരു വിൻഡോ കാണാൻ സാധിക്കും. ഈ വിൻഡോയിലേക്ക് ഞാൻ ഒരു സിമ്പിൾ കമാൻഡ് കൊടുക്കാൻ പോവാണ്. അത് തനിയെ ഡിസൈൻ ചെയ്ത് തരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത്, എനിക്കൊരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ചെയ്തു തരണം. പെർഫ്യൂം ബോട്ടിൽ ഡിസൈനിൽ റോയൽ മാജിക് എന്ന ബ്രാൻഡ് നെയിമോട് കൂടിയാണ് എനിക്ക് ആ ഡിസൈൻ ചെയ്തു തരേണ്ടത്. ക്രിയേറ്റ് 3D റെൻഡർ ഓഫ് എ പെർഫ്യൂം ബോട്ടിൽ വിത്ത് ബ്രാൻഡ് നെയിം റോയൽ മാജിക്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം അത് ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ചെയ്ത് തരുന്നുണ്ടോ നോക്കാം. ഞാനിവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇവിടെ ലോഗിൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂളിനകത്താണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ബിങ് ഇമേജ് ക്രിയേറ്ററിലേക്ക് ലോഗിൻ ആയിരിക്കുകയാണ്. നമുക്ക് ആ കമാൻഡ് ഒരിക്കൽ കൂടി കൊടുത്തു നോക്കാം. ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. അതായത് ഇപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിപ്പോൾ ഇവിടെ തനിയെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് AI ഉപയോഗിച്ചുകൊണ്ട് അത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പം നമുക്ക് ആ പെർഫ്യൂം ബോട്ടിൽസിന്റെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഒറ്റ സിംഗിൾ കമാൻഡാണ് കൊടുത്തിരിക്കുന്നത്. 4 ഡിസൈനുകൾ ഒറ്റയടിക്ക് അത് ചെയ്തു തന്നുണ്ടോ. പെർഫ്യൂം ബോട്ടിലിന്റെ 4 ഡിസൈനുകളാണ് ഒരു സിമ്പിൾ കമാൻഡിലൂടെ ചെയ്തു തന്നിരിക്കുന്നത്. ഈ കമാൻഡ് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ഓരോന്നും നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും അതിനകത്ത് നമ്മുടെ ഫോൺ നമ്പറോ ലോഗോയോ ഒക്കെ ആഡ് ചെയ്യാനും സാധിക്കും. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പം ഞാൻ കമാൻഡ് കൊടുത്ത് ഡിസൈൻ ചെയ്ത ആ ഒരു പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈൻ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് സൂം ചെയ്ത് കാണിക്കാം. സോ എത്രത്തോളം മനോഹരമായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ കിട്ടിയ ഡിസൈനിലെ 4 ഡിസൈനുകളിൽ ഒരെണ്ണം. സോ മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത ആ ഒരു ബ്രാൻഡ് നെയിം ഉൾപ്പെടെയാണ് ആ ഒരു ഡിസൈനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഈ രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും ഒരു കമാൻഡ് കൊടുത്ത്. ഇനി ഇതിനകത്ത് നമ്മുടെ ഫോൺ നമ്പറോ ലോഗോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ചെയ്ത ഇമേജിനകത്ത് നമുക്ക് ഫോൺ നമ്പറോ ലോഗോയോ ഒക്കെ വെച്ച് ആ ഡിസൈൻ പൂർത്തിയാക്കാൻ സാധിക്കും. സോ ആ രീതിയിലും നമുക്ക് ഇതിനകത്ത് വേണ്ട എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ ഈ ഒരു ടൂള് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാം. നമ്മൾ ഒരു ഗ്രാഫിക് ഡിസൈനർ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരു ഫോൺ നമ്പർ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ T എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ബോക്സുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതേസമയം നമ്മളൊരു ഡിസൈനർ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ അവർക്ക് പൈസ കൊടുത്തോണ്ടിരിക്കണം. അതേപോലെ തന്നെ അവർ ചെയ്തു തരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. സോ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ അവർ ചെയ്തു തരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് എടുത്തിരിക്കും. ഇതിനകത്ത് ഓർഡർ നൗ എന്ന് പറഞ്ഞൊരു ഫോൺ നമ്പർ എനിക്ക് വെക്കണമെങ്കിൽ സോ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് അവിടെ ഓർഡർ നൗ എന്ന് പറഞ്ഞ ഫോൺ നമ്പർ എനിക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓർഡർ നൗ എന്ന് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ഫോൺ നമ്പർ കൂടെ ടൈപ്പ് ചെയ്ത് തരണം. ഓക്കെ, ഇപ്പൊ ഞാൻ അവിടെ കൊടുത്ത ഫോൺ നമ്പറും അതേപോലെ തന്നെ ഞാൻ കൊടുത്ത ടെക്സ്റ്റും ഒക്കെ അവിടെ വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ടൂള് യൂസ് ചെയ്യാം. ഇതിനകത്ത് ഇതിന്റെ ഫോണ്ടും സ്റ്റൈലും ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഫോണ്ടിന്റെ വലിപ്പവും കളറും ഒക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. ഈ ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഈ ഒരു കമാൻഡ് കൊടുക്കാൻ ഇതേപോലെയുള്ള കമാൻഡുകൾ ഉണ്ടാക്കാൻ ഇതിൽ തന്നെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു ടൂളിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾസ് വെച്ച് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ തന്നെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിന്റെ ഹോം പേജിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന കമാൻഡുകളും അതിന്റെ ഔട്ട്പുട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ കിട്ടിയത് ഈ ഒരു കമാൻഡ് കൊടുത്തപ്പോഴാണ്. ഈ ഒരു കമാൻഡ് കൊടുത്തപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടി. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. ഇത് വെച്ച് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് മറ്റൊരു ടൂളിലേക്ക് കടന്നാലോ. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഡിസൈൻ ചെയ്യുന്ന മറ്റൊരു ടൂളിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. റെഡിയാണോ? യെസ്, റെഡിയാണ്. ഓക്കെ, ഡിസൈൻ ചെയ്യുന്ന രണ്ടാമത്തെ ടൂള് ക്യാൻവ എന്ന് പറയുന്ന ഒരു അടിപൊളി ടൂളാണ്. അവിടെ നമുക്ക് കമാൻഡ് പോലും കൊടുക്കണ്ട, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് സെർച്ച് ചെയ്ത് നമുക്ക്
കണ്ടെത്തി എഡിറ്റ് ചെയ്യാൻ സാധിക്കും. കമ്പ്യൂട്ടറിലാണെങ്കിൽ canva.com എന്ന് പറയുന്ന സൈറ്റ് ഉപയോഗിക്കാം. മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ക്യാൻവ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, canva.com എന്ന് പറയുന്ന സൈറ്റിനകത്തേക്ക് നമ്മളൊന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിസൈനാണ് വേണ്ടത് എന്നുള്ളത് അവിടെ ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ക്യാൻവയ്ക്കകത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ക്യാൻവയ്ക്കകത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഡിസൈനാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ ജസ്റ്റ് സെർച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ലോഗോ ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. അത് ഫുഡ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോഗോ വേണമെങ്കിൽ ഫുഡ് ലോഗോ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ലോഗോ എന്ന് സെർച്ച് കൊടുക്കുക. കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ലോഗോയുടെ ഡിസൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് 50% ഡിസൈനുകൾ ഫ്രീ ആണ്. പൈസ കൊടുത്ത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് തന്നെ 50% ഡിസൈൻസ് നമുക്ക് എഡിറ്റ് ചെയ്ത് പേര് മാറ്റാനും കളർ ചേഞ്ച് ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾസ് ആഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പോസ്റ്റർ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് നിർമ്മിക്കാം. ഇപ്പോൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കണമെന്നിരിക്കട്ടെ. സോ അതിന് പറ്റിയ ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിവിടെ ഇൻഷുറൻസ് ഫേസ്ബുക്ക് എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇൻഷുറൻസ് പോളിസികൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള നിരവധി ഡിസൈൻസ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് ലഭിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. ഈ സെലക്ട് ചെയ്തതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇവിടെ തന്നെ നമുക്ക് കസ്റ്റമൈസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറും അതിൽ കൊടുത്തിരിക്കുന്ന ലോഗോയും കളറും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ നമ്മുടെ ഡിസൈൻ ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കിട്ടിയിരിക്കുന്ന ഈ ഒരു പോസ്റ്ററിനെ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്? ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യണം. ഫോൺ നമ്പറിന്റെ പുറത്തുനിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അവിടെ നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ ഇവിടെ വെബ്സൈറ്റ് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിലോ വെബ്സൈറ്റ് അഡ്രസ്സിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമുക്കിവിടെ ലൈഫ് ആൻഡ് ഫാമിലി എന്നുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് ആക്കണം. ഹെൽത്ത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്ത് എന്ന് വന്നു കഴിഞ്ഞു. അതുകൂടാതെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലോഗോയ്ക്ക് പകരം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു ലോഗോ വെക്കണമെങ്കിൽ ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്യുക. അവിടെ നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് ഇവിടെ തന്നെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ലോഗോയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഇമേജുകളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം ഞാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോഗോ എടുത്ത് ഇവിടെ വെക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞു. സോ ഈ രീതിയിലാണ് ആക്ച്വലി ഇത് ഡിസൈൻ ചെയ്തത്. ഇനി ഇതിനകത്ത് നമുക്ക് മലയാളം തന്നെ ടൈപ്പ് ചെയ്യണമെന്നിരിക്കട്ടെ. ഇപ്പോൾ ഇവിടെ ഹെൽത്ത് എന്നുള്ളത് മലയാളത്തിൽ തന്നെ വേണമെന്നിരിക്കട്ടെ. സോ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മലയാളം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മലയാളം ഇതിനകത്തേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, മലയാളം ഞാൻ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഹെൽത്ത് എന്ന് വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഹെൽത്ത് എന്ന് ഞാൻ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്തത്. അതവിടെ വന്നു കഴിഞ്ഞു. സോ ഈ രീതിയിൽ ഏത് ഭാഷയും നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്യാൻവ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ക്യാൻവ നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമല്ല മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്ക്രീനാണ് ഒന്ന് ഷെയർ ചെയ്ത് മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിടത്തും ക്യാൻവ ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ക്യാൻവ എന്നുള്ള ആപ്ലിക്കേഷൻ ജസ്റ്റ് സെർച്ച് കൊടുക്കുക. ഇതിനകത്ത് വീഡിയോ ടെംപ്ലേറ്റ്സ് ഉണ്ട്. പോസ്റ്ററുകൾ മാത്രമല്ല നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. നോക്കിയ ഫോട്ടോ വീഡിയോ എഡിറ്റർ ക്യാൻവ എന്ന് കാണാൻ സാധിക്കും. സോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്ത് ഡിസൈൻസ് കണ്ടെത്തുക, എഡിറ്റ് ചെയ്ത് നമ്മുടെ ഡിസൈൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ക്യാൻവ മൊബൈലിലും ഡിസൈൻ ചെയ്ത് അന്നേരം തന്നെ നമുക്ക് വാട്സാപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഡിസൈൻ ചെയ്യുന്ന 2 ടൂളുകളാണ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കണ്ടത്. ഓക്കെ, നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേഷനിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ? റെഡിയാണോ? ചാറ്റ് വിൻഡോ യെസ് റെഡിയാണ്. ഓക്കെ, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡിലേക്ക് നമുക്കൊന്ന് മൂവ് ചെയ്യാം. കാരണം ഞാൻ ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്തതിലേക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്ത് പോകുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. വെബ്സൈറ്റ് ഡിസൈൻ കാണുന്നുണ്ട്, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേഷൻ, അതുപോലെ തന്നെ ആമസോണിലൂടെ സെല് ചെയ്യുന്നത്. സോ അപ്പോൾ എല്ലാത്തിനെ കുറിച്ചും ഒരു അവയർനെസ് കിട്ടുന്ന ഒരു ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ്, അതെങ്ങനെ ആണ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ അഡ്വർടൈസ്മെന്റ് കൊടുത്തുകൊണ്ട് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും. സോ അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? അല്ലാത്ത പക്ഷം നമ്മുടെ ഒരു കസ്റ്റമർ വേറെ ആരെങ്കിലും റെഫർ ചെയ്ത് അവർ വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. അതൊരു മണ്ടത്തരമാണ്.
അതിന് പകരം നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എൻക്വയറീസ് നടന്നുകൊണ്ടിരുന്നെങ്കിലേ ബിസിനസ് നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു ബിസിനസ് ഇല്ലെങ്കിൽ ഇത് സർവീസ് ആയിട്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയോ ഈ മേഖലയിൽ ജോലി കണ്ടെത്താനോ തീർച്ചയായിട്ടും നമുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് പ്രയോജനപ്പെടും. സോ എന്താണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇടയിൽ സ്പോൺസേഡ് എന്നുള്ള ഒരു ചെറിയ ലേബലോട് കൂടി ചില പരസ്യങ്ങൾ കയറി വരാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ ഇനി ശ്രദ്ധിക്കുക. നിങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു 5-6 പോസ്റ്റിന്റെ ഇടയിൽ ഒരു സ്പോൺസേഡ് എന്ന് പറഞ്ഞൊരെണ്ണം കാണിക്കും. ഇതിൽ ചിലതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ പരസ്യം കൊടുത്തവരുടെ വെബ്സൈറ്റിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. അതിൽ പറയുന്നത് ട്രാഫിക് ആഡ് എന്നാണ് പറയുന്നത്. ട്രാഫിക് ആഡ്, അതായത് ഒരു വെബ്സൈറ്റിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നതാണ് ട്രാഫിക് ആഡ് എന്ന് പറയുന്നത്. ഇനി ചില പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു ഫോം പൊങ്ങി വരികയും നമുക്ക് ആ ഡേറ്റ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ ഇപ്പൊ ഇവിടെ ഈ ഒരു പരസ്യം വന്നിരിക്കുന്നു. ഓക്കെ, ഇതൊരു സ്പോൺസേഡ് ആഡാണ് വന്നിരിക്കുന്നത്. ഈ സ്പോൺസേഡ് ആഡിനകത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒരു പോപ്പപ്പ് വിൻഡോ ആയിരിക്കും വരുന്നത്. ഈ പോപ്പപ്പ് വിൻഡോയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കണ്ടിന്യൂ കൊടുത്ത് നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി എഴുതി കാണിക്കും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. സോ ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ പേരും ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ആ പരസ്യം കൊടുത്തവർക്ക് ലഭിക്കുകയോ അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിന് പറയുന്നത് ലീഡ് ജനറേഷൻ ആഡ് എന്നാണ് പറയുന്നത്. ലീഡ് ജനറേഷൻ, കസ്റ്റമർ ഡേറ്റ ഇതേപോലെ ഒരു ഫോമിനകത്ത് കളക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള അഡ്വർടൈസ്മെന്റ്. ഇനി ചില പരസ്യത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരസ്യം കൊടുത്തവരുടെ വാട്സാപ്പിലേക്ക് പോയിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് വാട്സാപ്പ് ചാറ്റ് ആഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കും ഇതേപോലെ എൻക്വയറീസ് ലഭിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ആഡുകൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എൻക്വയറീസ് വാട്സാപ്പിലോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ നമുക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആളിനെ കൊണ്ടുവരാനോ സാധിക്കും. ഇതാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ന ലൊക്കേഷനിലുള്ള മെയിൽ ഓർ ഫീമെയിൽ, ഇന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് ഈ പരസ്യം നമുക്ക് ടാർഗറ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ചാലക്കുടിയിലാണ് ഒരു ജിംനേഷ്യം ഉള്ളത് ഇരിക്കട്ടെ. ആ ജിംനേഷ്യത്തിന്റെ 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരായിരിക്കും അവിടേക്ക് വരാൻ സാധ്യതയുള്ളവർ. സോ കൃത്യമായിട്ട് ആ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് മെയിൽ ഓർ ഫീമെയിൽ കൊടുത്ത് ജിമ്മിലേക്കൊക്കെ വരാൻ താല്പര്യമുള്ളവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ ഏത് ബിസിനസ് ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വരിക. നമ്മുടെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ആദ്യം വരിക. ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പേജസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അവിടെ ഒരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പേജ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവർ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ബിസിനസിന്റെ പേര് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ബ്രാൻഡിന്റെ പേര് കൊടുത്ത്, അല്ലെങ്കിൽ ആർക്കാണോ വർക്ക് ചെയ്തു കൊടുക്കുന്നത് അവരുടെ ബിസിനസിന്റെ പേര് കൊടുത്തുകൊണ്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് ഏജൻസി ആണ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇൻഷുറൻസ് ഏജൻസിയുടെ പേര് നമ്മൾ അവിടെ കൊടുത്ത് നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഗാലക്സി ഇൻഷുറൻസ് ഏജൻസിയുടെ പേരാണ് ഗാലക്സി. അപ്പോൾ ഗാലക്സി ഇൻഷുറൻസ് എന്നുള്ള പേര് നമ്മൾ അവിടെ കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ ലോഗോ അപ്ലോഡ് ചെയ്യുക. കവർ പിക്ചർ, ഇതേപോലെയുള്ള വീതിയുള്ള പിക്ചറുകളൊക്കെ നമുക്ക് ക്യാൻവയിൽ തന്നെ കിട്ടും. ക്യാൻവയിൽ തന്നെ ഫേസ്ബുക്ക് കവർ എന്നൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീതിയുള്ള ഡിസൈൻസ് കിട്ടും. സോ അങ്ങനെ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേജിനകത്തേക്ക് നമുക്ക് പോസ്റ്റുകൾ ഇടാൻ സാധിക്കും, എന്നിട്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരു പേജിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക, പേജിനകത്തേക്ക് പോസ്റ്റുകൾ ഇട്ട് തുടങ്ങുക. ആ ഇടുന്ന പോസ്റ്റുകൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ എന്ത് പ്രോഡക്റ്റോ എന്ത് സർവീസാണോ പ്രൊമോട്ട് ചെയ്യേണ്ടത് അതിന്റെ പോസ്റ്റുകൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് ഇടുക. ഓക്കെ, ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു പേജാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ബൈ ജസ്ലി എന്നുള്ള ഈ ഒരു പേജ്. ഈ ഒരു പേജിനകത്ത് ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഓരോ പോസ്റ്റിന്റെയും അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ടോ? ഇട്ടിരിക്കുന്ന ഓരോ പോസ്റ്റിന്റെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നു. സോ ഇതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ നിങ്ങൾ ഇടുന്ന പോസ്റ്റുകളുടെ അടിയിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ലഭിക്കുകയും ഈ ബൂസ്റ്റ് പോസ്റ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ബൂസ്റ്റ് പോസ്റ്റ് ബട്ടൺ കിട്ടണമെങ്കിൽ നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് പേജിൽ പോസ്റ്റ് ചെയ്താലാണ് ലഭിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ബൂസ്റ്റ് പോസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം അത് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിക്കും. ഏത് സ്ഥലത്തുള്ള ആൾക്കാരെ കാണിക്കണം, അതേപോലെ തന്നെ എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെ കാണിക്കണം എന്നൊക്കെയുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിംഗ്സ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെൻ ഓർ വിമൻ, പുരുഷന്മാരെയാണോ സ്ത്രീകളെയാണോ ഈ പരസ്യം കാണിക്കേണ്ടത്, അത് 2 കൂട്ടരെയും ഈ പരസ്യം കാണിക്കണമോ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതേപോലെ ഏജ് ഗ്രൂപ്പ്, എത്ര വയസ്സിന് ഇടയിലുള്ള ആൾക്കാരിലേക്കാണ് ഈ പരസ്യം കാണിക്കേണ്ടത്, ഏത് സ്ഥലത്തുള്ള ആൾക്കാരെ കാണിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാലക്കുടി എന്ന് പറയുന്ന ലൊക്കേഷനാണ് എങ്കിൽ ഇവിടെ നമുക്കത്
സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇത് ആ ഒരു ലൊക്കേഷന്റെ ചുറ്റും ഒരു സർക്കിൾ വന്നിരിക്കുന്നുണ്ടോ? ഇതേപോലെ നമുക്ക് ഏത് സ്ഥലങ്ങൾ വേണമെങ്കിലും ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു പിൻകോഡ് കൊടുത്തിട്ട് ആ പിൻകോഡിൽ വേണമെങ്കിൽ നമുക്കിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 69105013 എന്ന് പറയുന്ന ഒരു പിൻകോഡ് ഞാനിവിടെ സെറ്റ് ചെയ്തു. ഓക്കെ, ഇത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന ലൊക്കേഷന്റെ പിൻകോഡാണ്. ഓക്കെ, ആ പിൻകോഡിലുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണോ? സോ ഈ രീതിയിൽ നമുക്ക് ഏത് സ്ഥലങ്ങൾ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പരസ്യം കൊടുക്കും. അപ്പൊ നമുക്ക് UAE പരസ്യം കാണിക്കണമെങ്കിൽ ഇവിടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ UAE എന്ന് പറയുന്ന കൺട്രി സെലക്ടഡ് ആവുകയും സോ UAE എന്ന് പറയുന്ന കൺട്രി ടാർഗറ്റ് ചെയ്ത് ആഡ് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. സോ ഇതേപോലെ ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും പരസ്യം കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റി മാത്രം മതിയെങ്കിൽ അത് മാത്രം വേണമെങ്കിലും കൊടുക്കാം. ഇനി ഇത് കൂടാതെ നമുക്ക് ആൾക്കാരുടെ ജോലി വെച്ചിട്ടും ആൾക്കാരുടെ ഇൻട്രസ്റ്റുകൾ വെച്ചൊക്കെ വേണമെങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ബിസിനസ്സുകാരെയാണ് പരസ്യം കാണിക്കേണ്ടത്, ഇവിടെ ബിസിനസ് ഓണർ എന്ന് കൊടുക്കാം. സ്റ്റുഡൻസിനെ പരസ്യം കാണിക്കണമെങ്കിൽ സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പൊ യോഗ ക്ലാസ്സിലൊക്കെ പോകാൻ താല്പര്യമുള്ളവരെ പരസ്യം കാണിക്കണമെങ്കിൽ യോഗ എന്ന് കൊടുക്കാം. ഇൻഷുറൻസ് പോളിസിയിൽ എടുക്കാൻ താല്പര്യമുള്ളവരെ ഇവിടെ നമുക്ക് ഇൻഷുറൻസ് കൊടുക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ എക്സ്ട്രാ ഓപ്ഷൻസ് ഇവിടെ നമുക്കുണ്ട് എന്നുള്ളതാണ്. സോ അതിന് പറ്റിയ രീതിയിലുള്ള വാക്കുകൾ നമ്മളിവിടെ കൊടുത്താൽ മതിയാവും. സോ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്യുവാണെങ്കിൽ ഇതിനാണ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഓഡിയൻസിന് സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഓരോ ആഡ് കൊടുക്കുമ്പോൾ ഇത്രയും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന് എന്ത് ചിലവ് വരും? ഇത് പ്രൊമോട്ട് ചെയ്യാൻ എന്ത് ചിലവ് വരും? ഓക്കെ, മിനിമം ചാർജ് 90-91 രൂപയിൽ ആരംഭിക്കുന്നു. ഒരു ദിവസത്തേക്ക് 90 രൂപ അല്ലെങ്കിൽ 91 രൂപയ്ക്ക് വേണമെങ്കിൽ നമുക്ക് പരസ്യം കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ അത് എത്ര വർദ്ധിപ്പിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ റീച്ച് വർദ്ധിക്കുക, അതിനനുസരിച്ച് എൻക്വയറീസ് നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് എത്ര രൂപ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു 200-300 രൂപ വെച്ച് 4-5 ദിവസത്തേക്ക് നമ്മൾ ആഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര എൻക്വയറീസ് കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് എത്ര ബിസിനസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. എത്ര ദിവസം ഓടിക്കണം എന്നൊക്കെ ഉള്ളതും നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ദിവസം മതിയോ, അല്ലെങ്കിൽ 2 ദിവസം വേണോ, ഒരാഴ്ച വേണോ എന്നൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പൈസ അടയ്ക്കാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ആഡ് ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് പേയ്മെന്റ് അടച്ചു കൊടുക്കാൻ സാധിക്കും. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഗൂഗിൾ പേ, ഫോൺ പേ, ഇങ്ങനെ നിരവധി മെത്തേഡുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന പരസ്യം സെറ്റ് ചെയ്ത ലൊക്കേഷനിലുള്ള ആൾക്കാരിലേക്ക് എത്തുകയും അതിൽ നിന്ന് നമുക്ക് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. ഈ എൻക്വയറീസ് നമുക്ക് വാട്സാപ്പിലാണോ വരേണ്ടത്, ഫോൺ കോൾ ആയിട്ടാണോ വരേണ്ടത്, അതല്ല ആൾക്കാർ സബ്മിറ്റ് ചെയ്ത് തരികയാണോ വേണ്ടത്, അല്ലെങ്കിൽ മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് ആയിട്ടാണോ വരേണ്ടത് എന്നൊക്കെയുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ ഇവിടെ ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഏത് ടൈപ്പിലുള്ള ബട്ടൺ വേണം, എങ്ങോട്ടാണ് എൻക്വയറി വരേണ്ടത്, ഏത് ഫോൺ നമ്പറിലേക്കാണ് അല്ലെങ്കിൽ ഏത് വാട്സാപ്പ് നമ്പറിലേക്കാണ് എൻക്വയറി വരേണ്ടതെന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതിനാണ് ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പോസ്റ്റ് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അത് ബൂസ്റ്റ് ചെയ്ത് ലൊക്കാലിറ്റിയിലുള്ള ഏത് ലൊക്കാലിറ്റി ആണോ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. ഈ ഒരു സ്കില്ല് നമ്മൾ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരത്തില്ല. നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ എൻക്വയറീസ് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് ബിസിനസ് ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്കില്ല് പഠിച്ച് മറ്റുള്ളവർക്ക് സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വന്ന റൂട്ട് മാത്രം ആലോചിച്ചാൽ മതി. എങ്ങനെയാണ് ആക്ച്വലി ഈ ഒരു ക്ലാസ്സിലേക്ക് വന്നത്? ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു പരസ്യം കണ്ടിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ സബ്മിറ്റ് ചെയ്യുകയും സോ അത് കഴിഞ്ഞ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരികയും നമ്മുടെ എക്സിക്യൂട്ടീവ്സുമായിട്ട് ചാറ്റ് ചെയ്യുകയും അങ്ങനെയായിരിക്കും ഈ ഒരു ഫ്രീ ക്ലാസ്സിലേക്ക് വന്നത്. യഥാർത്ഥം ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്ത ആഡ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്നവരെ പരസ്യം കാണിക്കുക, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഇങ്ങനെ കുറെ ഓപ്ഷൻസാണ് ഞാൻ സെറ്റ് ചെയ്തത്. സോ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതിലെങ്കിലും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അതായത് ബിസിനസ് ചെയ്യുന്നവരാണോ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ, എസ് എന്ന് കമന്റ് ചെയ്താൽ മതി. ആരായാലും എസ് എന്ന് കമന്റ് ചെയ്താൽ മതി. ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരാണോ, നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്തു. അപ്പൊ ഈ ഒരു പരസ്യം കൊടുത്തിരുന്ന അഡ്വർടൈസ്മെന്റ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കാരണം ആ ഒരു ടാർഗറ്റിംഗ് ഓപ്ഷൻസ് ആണ്. ഇതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, സർവീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോഴായിക്കോട്ടെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിലേക്ക് ആ പരസ്യം എത്തുകയും അതിൽ നിന്ന് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ സംവിധാനം എന്ന് പറയുന്നത്. ഇത് തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതി. അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആഡ് കൊടുക്കുമ്പോൾ നമുക്ക് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു ഏരിയയിലൂടെ വേണമെങ്കിലും ആഡ് കൊടുക്കാൻ സാധിക്കും. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. ഞാനത് എവിടെയാണ്, അത് എങ്ങനെ എടുക്കുന്നത് എന്നുള്ളതൊന്ന് കാണിക്കാം. ഫേസ്ബുക്കിന്റെ ഹോം പേജ് എടുക്കുവാണെങ്കിൽ ഫേസ്ബുക്കിന്റെ ഹോം പേജിൽ നമുക്ക് ഇവിടെ ഇടതുവശത്ത് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു ടാബ് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലഭിക്കും. ഈ ആഡ്സ് മാനേജർ ടാബ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കാണിക്കാം. നമുക്ക് ആഡ്സ് മാനേജർ എന്ന് കാണാൻ സാധിക്കും. ഈ ആഡ്സ് മാനേജറിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ
പലതരത്തിലുള്ള ആഡ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റൺ ചെയ്യുന്ന ആഡുകളുടെ റിസൾട്ടുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു ലീഡിന് എത്ര കോസ്റ്റ് വന്നു, ഒരു എൻക്വയറിക്ക് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതേപോലെ റൺ ചെയ്യുന്ന ആഡുകളുടെ റിസൾട്ടുകൾ, ഓക്കെ, എത്ര രൂപയാണ് ഒരു എൻക്വയറിക്ക് വന്നിരിക്കുന്നത്, എത്ര ലീഡ്സ്, എത്ര കസ്റ്റമർ എൻക്വയറീസ് ലഭിച്ചിട്ടുണ്ട്, എത്ര രൂപ ചിലവായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ കാണിക്കും. ഓക്കെ, ഇത് മഹീന്ദ്ര ഹോം ലോൺസ് എന്ന് പറയുന്ന അവരുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഹോം ലോൺ ട്രിവാൻഡ്രം ലൊക്കേറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്തിരിക്കുന്നത് അവിടെ കാണുന്നത്. ഓക്കെ, 1756 രൂപയ്ക്ക് 148 എൻക്വയറീസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഒരു ലീഡിന് വന്നിരിക്കുന്ന കോസ്റ്റ് ആണ് 11 രൂപ എന്ന് പറയുന്നത്. ചില സമയത്ത് 5 രൂപയ്ക്ക് 6 രൂപയ്ക്ക് കിട്ടും, ചിലപ്പോൾ ഇത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. സോ എങ്കിലും നമ്മളിത് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് എൻക്വയറീസ് ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് ഇതിൽ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആഡ് കൊടുക്കാനുള്ള സംവിധാനം ഈ ആഡ്സ് മാനേജറിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആഡ്സ് മാനേജറും ബൂസ്റ്റ് പോസ്റ്റും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനോ ഈ ആഡ് സെറ്റ് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, പ്രോഗ്രാമിംഗ് ഒന്നും ഇല്ലാതെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഫ്രീ ആയിട്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നുണ്ടല്ലോ. റെഡി ആണെങ്കിൽ ലെസ് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഒരു വെബ്സൈറ്റ് യെസ് റെഡിയാണ്. ഓക്കെ, അതായത് ഒരു പ്രോഗ്രാമിംഗും ഇല്ല, അത് ഫ്രീ ആയിട്ട് നമുക്ക് വെബ്സൈറ്റ് നിർമ്മിക്കാം. അത് പലരും ചിന്തിച്ചിരിക്കുന്നത് ചിലപ്പം പ്രോഗ്രാമിംഗ് ഉണ്ടെങ്കിലേ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, അതിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ AI ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കാം. സോ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, AI ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് വെബ്സൈറ്റ് നിർമ്മിക്കുന്ന ഒരു അടിപൊളി ടൂളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ അതാണ് Mixo.io എന്ന് പറയുന്ന ഒരു ടൂൾ. ഓക്കെ, AI വെബ്സൈറ്റ് ക്രിയേഷൻ ടൂൾ. Mixo.io എന്നാണ് ആ സൈറ്റിന്റെ പേര്. നമുക്ക് ആ ഒരു സൈറ്റിനകത്ത് ചെന്നിട്ട് ഒരു കമാൻഡ് കൊടുത്തൊരു വെബ്സൈറ്റ് ഇപ്പം തന്നെ ലൈവായിട്ട് നിർമ്മിക്കാം. ഓക്കെ, Mixo.io എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ടൂൾ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ലോഞ്ച് എ വെബ്സൈറ്റ് ഇൻ സെക്കൻഡ്സ് വിത്ത് AI. ഇതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മളൊരു കമാൻഡ് കൊടുക്കുക. കമാൻഡ് കൊടുക്കുമ്പോൾ തന്നെ അത് വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കി തരും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ കമാൻഡ് കൊടുക്കാനുള്ള വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ കൊടുക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് ഒരു 1 പേജ് വെബ്സൈറ്റ് ഫോർ മൈ ഫിറ്റ്നസ് സെന്റർ ഗാലക്സി ഫിറ്റ്നസ്. ഓക്കെ, ഒരു ജിംനേഷ്യമാണ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ആണ്. സ്ഥാപനത്തിന്റെ പേര് ഗാലക്സി ഫിറ്റ്നസ് ഇൻ കൊച്ചി, ഇന്ത്യ. ഇതാണ് എൻ്റെ കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് കൊടുത്തു നോക്കാം അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. കൊടുത്തിട്ട് ക്രിയേറ്റ് മൈ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ അത് വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കി, എൻ്റെ 2 കൈകളും ഫ്രീ ആണ്, നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ AI ആണ് നമുക്ക് വേണ്ടി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. ഇതാ വന്നു കഴിഞ്ഞു, നമ്മുടെ വെബ്സൈറ്റ് റെഡി ആയി കഴിഞ്ഞു. വെബ്സൈറ്റിന്റെ പേര് നോക്കിയാൽ ഗാലക്സി ഫിറ്റ്നസ് എന്ന പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്ഫോം യുവർ ഫിറ്റ്നസ് ജേർണി വിത്ത് ഗാലക്സി ഫിറ്റ്നസ്. നോക്കി, ഈ ഒരു ഡിസ്ക്രിപ്ഷനകത്ത് നോക്കി ഫിറ്റ്നസ് സെന്റർ ഇൻ കൊച്ചി എന്ന് പറയുന്ന ടേം എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇമേജുകളൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫിറ്റ്നസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജുകളും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി ഇവിടെ താഴേക്ക് വരുമ്പോൾ നോക്കിയാൽ നമുക്ക് ജോയിൻ ഗാലക്സി ഫിറ്റ്നസ് ടുഡേ. നമുക്ക് ഇവിടെ ഫോൺ നമ്പറൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇനി ഇതിനകത്ത് നമ്മുടെ ലോഗോയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ, നമുക്ക് ലോഗോയൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ആഡ് ലോഗോ എന്ന് പറഞ്ഞ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ജസ്റ്റ് ആഡ് ലോഗോ എന്ന് പറഞ്ഞ് അപ്ലോഡ് ലോഗോ വഴി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ ഇതിനകത്തുള്ള ഏത് ഇമേജ് വേണമെങ്കിലും മാറ്റി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇമേജുകൾ വയ്ക്കാം. ഇപ്പൊ ചില ഇമേജുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കത്തില്ല, നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ലോഗോ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തു. ആ ലോഗോ അവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. സോ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ലോഗോ ഇപ്പോൾ ഈ ഒരു സൈറ്റിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇവിടെ ഇതാ വന്നു കഴിഞ്ഞു. നമ്മുടെ സൈറ്റിനകത്തേക്ക് ആ ലോഗോ വന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗാലക്സി ഫിറ്റ്നസിന്റെ തൊട്ടടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത ലോഗോ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കാനാണെങ്കിലോ നമുക്കിവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇതിനകത്ത് കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു സൈറ്റിന്റെ കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുന്നു. നമുക്ക് ഇതിനകത്ത് ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ലോഗിൻ ചെയ്യണം. നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് ലിങ്ക് ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇനി ഇതിനകത്ത് പെയ്ഡ് വേർഷൻ ഉണ്ട്. പെയ്ഡ് വേർഷൻ വേണമെന്നൊക്കെ അവർ ചോദിക്കും. അത് നമ്മുടെ ചോയ്സ് ആണ്, പെയ്ഡിൽ എടുക്കണോ വേണ്ടതെന്നുള്ളത്. പെയ്ഡും ഫ്രീ തമ്മിലുള്ള വ്യത്യാസം ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ ഔട്ട്പുട്ട് എടുക്കുകയാണ്. ബാക്ക് അടിച്ചു, ഫ്രീ ആയിട്ട് തന്നെ ഔട്ട്പുട്ട് എടുക്കാൻ പോവുകയാണ്. പെയ്ഡ് ഫ്രീ തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ കാണിച്ചു തരാം. നോക്കി, ഇതെല്ലാം ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളാണ്. 100-ലധികം വെബ്സൈറ്റുകൾ ഞാൻ ഇതിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഓക്കെ,
സോ പലതും പല ക്ലാസ്സുകളിൽ ചെയ്ത് കാണിച്ചതുകൊണ്ട് ഇപ്പം ഞാൻ ലാസ്റ്റ് നിർമ്മിച്ച സൈറ്റിന്റെ ഔട്ട്പുട്ട് ഞാനൊന്ന് എടുക്കാൻ പോവുകയാണ്. എഡിറ്റ് സൈറ്റ് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജ് മാറ്റി വേറൊരു ഇമേജ് വെക്കണമെന്നിരിക്കട്ടെ. ഓക്കെ, അതൊരെണ്ണം ഞാൻ ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഈ ഒരു ഇമേജിന് പകരം എനിക്ക് വേറൊരു ഇമേജ് വെക്കണം. ജസ്റ്റ് അതിന്റെ പുറത്ത് ക്ലിക്ക് ചെയ്യുക, ചേഞ്ച് ഇമേജ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇമേജുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിലുള്ള ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്നൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഇത് 100% കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, നമ്മുടെ ഒരു കോഴ്സിന്റെ ഇമേജ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന്റെ ഇമേജ് ഞാൻ ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യുകയാണ്. അത് അവിടെ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇതാ അത് വന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ കൊടുത്ത ഇമേജ് ഇപ്പോൾ അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് ഫൈനലി എടുക്കാം. ഓക്കെ, പബ്ലിഷ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ പ്രോസസ്സ് ചെയ്ത് നമുക്ക് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ആ ഒരു ഔട്ട്പുട്ട് ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എന്താണ് ഫ്രീയും പെയ്ഡും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, ഫ്രീ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്ന സൈറ്റ് ഇതേപോലെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് mixo.io എന്നുള്ളൊരു വാലൊക്കെ കാണും. അതിന്റെ കൂടെ ആയിരിക്കും നമ്മുടെ ബ്രാൻഡിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ പേര് കൂടെ വരുന്നത്. സോ ഇത് നമുക്ക് ഫ്രീ ആണ്. ഇതിന് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും, എക്സ്പയർ ആയി പോകത്തില്ല. അതേസമയം നമ്മൾ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഡൊമൈൻ നെയിം അഥവാ കസ്റ്റം ഡൊമൈൻ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, www.galaxyfitness.com എന്ന പേരിൽ തന്നെ വേണമെങ്കിൽ നമ്മൾ അതിനെ പെയ്ഡ് വേർഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെയും പ്രോഗ്രാമിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് നിർമ്മിച്ചതിന്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ വന്നു കഴിഞ്ഞതാ ഫൈനൽ വെബ്സൈറ്റ് ലിങ്ക് വന്നു കഴിഞ്ഞു. ഇതിപ്പോൾ ഇന്റർനെറ്റിലായി കഴിഞ്ഞു. ഇന്റർനെറ്റിൽ ലൈവ് സൈറ്റായി മാറിക്കഴിഞ്ഞതാ. ഞാനിപ്പോൾ ഇവിടെ കമാൻഡ് കൊടുത്ത് നിർമ്മിച്ച സൈറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നിർമ്മിച്ച സൈറ്റിന്റെ ലിങ്കാണ് ഞാനിപ്പോൾ ഇവിടെ ചാറ്റ് വിൻഡോയിലേക്ക് ഇട്ടിരിക്കുന്നത്. സോ ഇതേപോലെ നിങ്ങൾക്ക് കമാൻഡ് കൊടുത്ത് സൈറ്റ് നിർമ്മിക്കാം. ഒരുപക്ഷെ കമാൻഡ് കൊടുത്ത് അതിനകത്ത് കിട്ടുന്ന ഇമേജുകൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഇമേജുകൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇമേജുകൾ ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വീണ്ടും കമാൻഡ് കൊടുക്കുമ്പോൾ അത് വേറെ ഡിസൈൻസിൽ വേറെ ഇമേജുകൾ വെച്ചും അത് ചെയ്തു തരും എന്നുള്ളതാണ്. അപ്പം വെബ്സൈറ്റ് നിർമ്മിക്കാൻ mixo.io എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുക. ആർക്കും വേണമെങ്കിലും സൈറ്റ് നിർമ്മിക്കാം എന്നുള്ളതാണ്. ഓക്കെ, വെബ്സൈറ്റ് നിർമ്മിക്കുന്ന മറ്റൊരു ടൂളുകൾ കണ്ടാൽ ഒരു 2 മിനിറ്റ് കൊണ്ട് റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. വെബ്സൈറ്റ് നിർമ്മിക്കുന്ന മറ്റൊരു ടൂള്, അതും പ്രോഗ്രാമിംഗ് ഒന്നുമില്ലാതെ നിർമ്മിക്കുന്ന മറ്റൊരു ടൂളിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. റെഡിയാണോ? യെസ്, റെഡിയാണ്. ഓക്കെ ഓക്കെ രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂളാണ്. ഈ വേർഡ്പ്രസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വെബ്സൈറ്റ് ഡിസൈൻ കമ്പനിയെ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരിൽ 90% പേര് ഈ വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂളായിരിക്കും ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേർഡ്പ്രസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സൈറ്റുകൾ നിർമ്മിക്കാൻ സാധിക്കും. അവിടെ പ്രോഗ്രാമിങ്ങിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ wordpress.org എന്ന് പറയുന്ന സൈറ്റിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ പലതരത്തിലുള്ള ഡിസൈനുകൾ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഞാനിവിടെ 14,000-ലധികം ഡിസൈനുകൾ അത് ചെയ്തു വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഈ wordpress.org-ക്കകത്ത് 14,000 ഫ്രീ തീമുകൾ. ഈ തീം എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിന്റെ മോഡലുകളാണ്. അതായത് ലോഗോയും ബാനർ ഇമേജും എല്ലാം ഉള്ള മോഡലുകളാണ്. സോ അതിനകത്ത് നമുക്ക് ഏത് വേണമെങ്കിലും എടുത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് സൈറ്റാക്കി മാറ്റാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആ ഒരു തീമിനകത്തുനിന്ന് അതിൽ കൊടുത്തിരിക്കുന്ന ഇമേജും ഫോൺ നമ്പറും ലോഗോയും എല്ലാം മാറ്റി നമ്മുടെ സൈറ്റാക്കി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു വേർഡ്പ്രസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു ഇ കോമേഴ്സ് സൈറ്റ് ഉണ്ടാക്കണമെന്നിരിക്കട്ടെ. ഓക്കെ, ടോയ്സ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു ഇ കോമേഴ്സ് സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്തേക്ക് വന്ന് ടോയ്സ് ഇ കോമേഴ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ടോയ്സ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു ഇ കോമേഴ്സ് സൈറ്റിന്റെ മോഡൽ തന്നെ നമുക്ക് കിട്ടും. അതിനെ നമുക്ക് എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റുകൾ ആഡ് ചെയ്ത് അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റിന്റെ ഇമേജുകളും അതുകൂടാതെ അതിന്റെ പ്രൈസും ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് സൈറ്റുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഒരു സ്കൂളിന്റെ സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ സ്കൂൾ എന്ന് സെർച്ച് ചെയ്യുക. സ്കൂളിന് പറ്റിയ തീമുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ അതെടുത്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ കൊടുത്ത് അതിനെ ഫൈനലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വേർഡ്പ്രസ് എന്ന് പറയുന്ന ടൂളും വളരെ പെട്ടെന്ന് സൈറ്റ് നിർമ്മിക്കാൻ പറ്റുന്ന, അതും വളരെ പ്രൊഫഷണൽ ആയിട്ട് സൈറ്റ് നിർമ്മിക്കാൻ പറ്റുന്ന ടൂളാണ് വേർഡ്പ്രസ് എന്ന് പറയുന്നത്. ട്രൈ ചെയ്യാം വേർഡ്പ്രസ്. മിക്സോ എന്ന് പറയുന്നത് സിമ്പിൾ കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് അത് സൈറ്റ് നിർമ്മിച്ചു തരുന്നു, നമുക്കതിനെ എഡിറ്റ് ചെയ്യാം. മറ്റേതാണെങ്കിൽ ഓൾറെഡി സൈറ്റുകൾ പല മോഡലുകൾ പല ബിസിനസ്സിനുള്ളത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിനെ കസ്റ്റമൈസ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് വേർഡ്പ്രസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
ഓക്കെ, ഇതിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ വെച്ച് പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് വെബ്സൈറ്റ് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട പല എക്സ്പീരിയൻസസും പലരും പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞൊരു കാര്യം കൂടി കൂട്ടത്തിൽ ഞാൻ അവതരിപ്പിക്കാം. ഇതിനു മുമ്പ് ഹോട്ടലുകളിൽ തിരുവനന്തപുരത്ത്, കൊച്ചി, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഇങ്ങനെ ഓരോ ജില്ലകളിൽ വരുന്ന നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഹോട്ടലുകളിൽ വെച്ച് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളുടെ ചില വീഡിയോസ് ആണ്. ഇതേപോലെ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന നേരത്ത് അതിലെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞതാണ്, അദ്ദേഹം ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ 35,000 രൂപ ഒരു കമ്പനിക്ക് കൊടുത്തു. അവർ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. പക്ഷേ എല്ലാ വർഷവും അത് റിന്യൂ ചെയ്യാനെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 28,900 രൂപ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഒന്ന് ചെക്ക് ചെയ്യാമോ എന്ന് വെച്ചു. കഴിഞ്ഞ 3 വർഷമായിട്ട് പുള്ളി കൊടുത്തോണ്ടിരിക്കുകയാണ്. വെബ്സൈറ്റ് റിന്യൂ ചെയ്യാനുള്ള ഡൊമൈൻ നെയിം, ഹോസ്റ്റിംഗ് സ്പേസ് എന്നൊക്കെ പറഞ്ഞ് 28,900 രൂപ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. സോ ഞാൻ അവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് റിന്യൂ ചെയ്യാൻ 2,000-3,000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്താണ് 28,900 രൂപ ഈടാക്കിക്കൊണ്ടിരുന്നത്. എന്ന് പറയാൻ നമ്മുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യാൻ പല ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അതിന് നിന്നു കൊടുക്കാതിരിക്കും. നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ പറ്റിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ നമുക്കൊരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കസ്റ്റമറിന് നമ്മൾ അഫോർഡബിൾ റേറ്റിൽ സർവീസസ് ചെയ്ത് കൊടുത്ത് ഒരു ലോങ് ടേം കസ്റ്റമറായിട്ട് കൂടെ നിർത്തുക. സോ അതിലൂടെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഫ്യൂച്ചറിൽ. സോ അല്ലാതെ ഒരു കസ്റ്റമറെ കിട്ടി അവരുടെ നിന്നുള്ള പൈസയൊക്കെ ഇനി പിഴിഞ്ഞ് മേടിച്ച് ഇനി അവരങ്ങ് പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ബിസിനസ്സുകൾ നിലനിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വിചാരിക്കുന്നത്. അതേസമയം ഒരു പ്രോഫിറ്റ് തുടക്കത്തിൽ കുറവാണെങ്കിലും അവർക്ക് നല്ല സർവീസുകൾ കൊടുത്ത് കൂടെ നിർത്തി ലോങ് ടൈമിൽ നിർത്തുമ്പോൾ അവർക്ക് മറ്റ് സർവീസുകളെ കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നത് നല്ലൊരു ഐഡിയ ആണെന്ന് ഞാൻ ധരിക്കുന്നു. സോ അതിനോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഒരു തുടക്കത്തിൽ പ്രോഫിറ്റ് കുറവാണെങ്കിൽ ഒരു കസ്റ്റമർ ഒരു ലോങ് ടൈമിൽ നിലനിർത്തി അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് നല്ലൊരു മെത്തേഡെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാൻ. യെസ്, പലരും എസ് എന്ന് കമന്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ യുവർ കമന്റ്സ്. സോ ഞാനിത് പറയാൻ കാര്യം, നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ സക്സസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചത് ഡിജിറ്റൽ മാഗ്നറ്റ് ട്രെയിനിങ് സെന്റർ എന്ന നമ്മുടെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിച്ചത് 2016 അന്ന് 2 സ്റ്റാഫുകളെ ഉള്ളായിരുന്നു. ഞാനും ഒരു ടെലികോളർ. ഈ ടെലികോളർ കസ്റ്റമേഴ്സിനെയൊക്കെ ഫോണിൽ വിളിച്ച് കൺവിൻസ് ചെയ്ത് ഹോട്ടലുകളിൽ എത്തിക്കുന്നു, ഞാൻ പോയി ക്ലാസ് എടുക്കുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് 44ഓളം സ്റ്റാഫുകളുണ്ട്. ഇത്രയധികം സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനമായിട്ട് ഇതെങ്ങനെ വളർന്നു? അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ ബാച്ചുകളിൽ തന്നെ 2020 ശേഷം ടോട്ടൽ 15,000-ലധികം പാർട്ടിസിപ്പൻസ് നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. നോക്കിയത് നമ്മുടെ എംപ്ലോയീസിന്റെ ഗെറ്റ് ടുഗദർ കൊച്ചിയിൽ നടത്തിയതാണ്. ഇപ്പോൾ 44ഓളം സ്റ്റാഫുകളുള്ള സ്ഥാപനമായിട്ട് ഡിജിറ്റൽ മാഗ്നറ്റ് എന്ന ട്രെയിനിങ് സെന്റർ എങ്ങനെ വളർന്നു, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ 15,000-ഓളം പെയ്ഡ് പാർട്ടിസിപ്പൻസിനെ കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട് കണ്ടെത്താൻ സാധിച്ചത്. സോ അതിനുപയോഗിച്ച ഒരു 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഏത് ബിസിനസ്സിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് സക്സസ്ഫുൾ ആയ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ആണ്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് ബിസിനസ്സിലേക്ക് ഇറങ്ങുവാണെങ്കിലോ തീർച്ചയായും പ്രയോജനപ്പെടും. ഓക്കെ, നിരവധി പേര് എസ് എന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ഞാൻ ഇവിടെ കാണിക്കാം. സോ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ആണ് ആക്ച്വലി നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ. ഏത് ബിസിനസ് ആണെങ്കിലും 3 എൻറ്റിറ്റീസ് മിനിമം ഉണ്ടായിരിക്കും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കസ്റ്റമർ വിൻ ചെയ്യണം. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ കൊണ്ട് കസ്റ്റമർ വിൻ ചെയ്യണം. അവർക്ക് പ്രയോജനം ഉണ്ടെങ്കിലേ അവർ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. നല്ല സപ്പോർട്ടും സർവീസും ഒക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. രണ്ടാമത് എംപ്ലോയീസിനെ കൂടെ നിർത്താൻ അവർക്ക് കൃത്യസമയത്ത് സാലറി, ഇൻസെന്റീവ്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഫ്രീഡം ഒക്കെ കൊടുത്ത് കൂടെ നിർത്തുക. മൂന്നാമത്തത് അന്നേരം അവരും വിൻ ചെയ്യും. മൂന്നാമത്തത് സപ്ലയേഴ്സ്, നമുക്ക് പ്രൊഡക്റ്റോ സർവീസോ സപ്ലൈ ചെയ്യുന്ന മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൃത്യസമയത്ത് പേയ്മെന്റും ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഡീൽ ചെയ്ത് അവരെ കൂടെ നിർത്തി മുന്നോട്ട് പോകുകയാണെങ്കിൽ അവരും വിൻ ചെയ്യും, സ്വാഭാവികമായിട്ടും നമ്മളും വിൻ ചെയ്യും. അതാണ് വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ. സോ രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്. ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമറാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഒരു ലോങ് ടൈമിൽ ഈ കസ്റ്റമറിൽ നിന്ന് എത്ര രൂപ ടോട്ടൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി അതിനനുസരിച്ച് ചാർജ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള സർവീസും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ടൈമിൽ ഒരു സിംഗിൾ കസ്റ്റമറിൽ നിന്ന് തന്നെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ നമ്മൾ കണക്കാക്കി അതിനനുസരിച്ച് ഡീൽ ചെയ്യുക. മൂന്നാമത്തത് ലേറ്റസ്റ്റ് ടെക്നോളജി അപ്ലൈ ചെയ്യുക. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ മേഖലകളൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ടെക്നോളജിയൊക്കെ നമ്മൾ സമയത്ത് തന്നെ, ഇതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജിയൊക്കെ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്ര കോമ്പറ്റീറ്റേഴ്സ് വന്നാലും നമുക്ക് പേടിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. സോ ഈ 3 ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് ആണ് ആക്ച്വലി നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. വിൻ 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 എന്ന് പറയുന്ന ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾ. രണ്ടാമത്തത് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. മൂന്നാമത്തത് ലേറ്റസ്റ്റ് ടെക്നോളജി. സോ ഇത് അപ്ലൈ ചെയ്തു പോവുകയാണെങ്കിൽ ഏത് ബിസിനസ്സും ജയിപ്പിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, നമുക്ക് ഇനിയും കുറേയധികം ടോപ്പിക്കുകൾ കാണാനുണ്ട്. അതുപോലെ തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടെ ഓഫർ ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാം എന്താണെന്നുള്ളത് അവതരിപ്പിക്കാം. അതുപോലെ തന്നെ ഇതിന് ശേഷം വരാൻ പോകുന്ന ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമ്മൾ കാണുന്നുണ്ട്. ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നതിനെ പറ്റി കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില AI ടൂളുകൾ നമ്മൾ കാണുന്നുണ്ട്. സോ അതിലേക്കെല്ലാം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ അത് കൂടാതെ ഇപ്പം നമ്മൾ കണ്ട ഒരു 3-4 ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, അതിലേക്കൊന്ന് കടന്നാൽ അത് 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവതരിപ്പിക്കാം. റെഡി ആണെങ്കിൽ ലെസ് എന്ന് കമന്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ കണ്ട ഒരു 3-4 ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൽ നിന്ന് മോണിറ്റൈസ് ചെയ്യാം, വരുമാനത്തിലേക്ക് എത്തിക്കാം, അതിനുള്ള റൂട്ട് എന്താണ്? യെസ്, ഓക്കെ, അത് നമുക്ക് ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് കൊണ്ടൊന്ന് കാണാം. ഇപ്പൊ നമ്മൾ കണ്ട ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നതിലേക്ക് കടക്കുകയാണ്. സോ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞ ഈ മിഷൻ 36 ലാക്സ് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. സോ അതിന്റെ പ്രൂഫുകൾ ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, മിഷൻ 36 ലാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ബിസിനസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ സർവീസ് ഇപ്പം നമ്മളിവിടെ കണ്ട കാര്യങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മറ്റൊരാൾക്ക് സർവീസ് ആയിട്ട് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുക. മിഷൻ 36 ലാക്സ്, അതായത് ഒരു വർഷം 36 ലക്ഷം എന്ന് പറയുന്ന ഫിഗറിലേക്ക് നമുക്ക് എത്തിച്ചേരണം, അല്ലെങ്കിൽ അത്രയും രൂപ നമുക്ക് ഏൺ ചെയ്യണം. സോ അതിനെ മന്ത്ലി ഗോളായിട്ട് ഡിവൈഡ് ചെയ്യുക. 3 ലാക്സ് എന്ന് പറയുന്നത് എല്ലാ മാസവും നമുക്ക് ഏൺ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക. ഡിസൈൻ ചെയ്യുന്ന സ്കില്ല്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ് ക്രിയേറ്റ് ചെയ്തു, ഈ 2 സ്കില്ലുകൾ പഠിച്ചിട്ട് നമുക്ക് സർവീസസ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2 സ്കില്ലുകൾ പഠിക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ബിങ് ഇമേജ് ക്രിയേറ്റർ, അതേപോലെ തന്നെ ക്യാൻവ ഡിസൈൻ ചെയ്യാൻ, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ബൂസ്റ്റ് ചെയ്യുന്നതും ആഡ്സ് മാനേജറും. ഈ 2 സംഗതി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ഈ സർവീസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇത് പഠിച്ചിട്ട് എങ്ങനെയാണ് ഒരു ക്ലയന്റിനെ കണ്ടെത്തുന്നത്? അല്ലേ, നമ്മൾ ഈ ഒരു സ്കില്ല് പഠിച്ചു, ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വരുമാനം കിട്ടണമെങ്കിൽ ഒരാൾ നമുക്കൊരു വർക്ക് തരണമല്ലോ. അതെങ്ങനെയാണ് ക്ലയന്റിനെ കണ്ടെത്തുന്നത്? സോ ക്ലയന്റിനെ കണ്ടെത്താൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവയിലേക്ക് ചെന്നതിന് ശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് തന്നെ സെർച്ച് ചെയ്യുക. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററുകൾ തന്നെ, അതായത് ഈ ഒരു സർവീസ് കൊടുക്കുന്നതായിട്ടുള്ള പോസ്റ്ററുകൾ തന്നെ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. അത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ക്യാൻവ എല്ലാ ഡിസൈനുകളുടെയും ഒരു സൂപ്പർ മാർക്കറ്റാണ്. എല്ലാ ടൈപ്പിലുള്ള ഡിസൈനുകളുടെയും ഒരു സൂപ്പർ മാർക്കറ്റാണ് ക്യാൻവ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് സെർച്ച് ചെയ്യുന്നതും അതിനകത്ത് റെഡിമെയ്ഡ് ഡിസൈൻസ് വരുന്നതും കാണിക്കാം. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. സർവീസസിന് പറ്റിയ ഡിസൈനുകൾ വന്നിരിക്കുന്നുണ്ടോ? സോ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചൂസ് ചെയ്ത് അതിനകത്ത് നമ്മുടെ ഫോൺ നമ്പറും ലോഗോയും ഒക്കെ വെച്ച് പോസ്റ്റർ ഉണ്ടാക്കുക. ഈ പോസ്റ്റർ നമ്മൾ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ബൂസ്റ്റ് ചെയ്യുക. സോ ബൂസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എൻക്വയറീസ് ലഭിക്കും. സോ നമുക്ക് ഒരു മാസത്തിൽ കിട്ടുന്ന എൻക്വയറീസിൽ നിന്ന് ഒരു 2 ക്ലയൻസിനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതിരിക്കട്ടെ, 2 ക്ലയൻസിനെ നമുക്ക് കിട്ടുന്നുള്ളെങ്കിലും ഒരു 5 മാസം കൊണ്ട് ഒരു 10 ക്ലയൻസിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു 30,000 ഇൻകം ലഭിക്കുന്ന 10 ക്ലയൻസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ 3 ലാക്സ് എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷെ അവിടെ അതിന് വേണ്ടിയിട്ട് പല എഫർട്ട് നമ്മൾ ഇടേണ്ടി വരും. ഡിസൈൻ ചെയ്യുന്നതും ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പഠിക്കേണ്ടി വരും, പ്രാക്ടീസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ വെബ്സൈറ്റ് ഡിസൈനും കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും അതും സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വെബ്സൈറ്റ് ഡിസൈനുകൾ കൂടെ ചെയ്തു കൊടുക്കുമ്പോൾ അതിനും മിക്സോ ഉപയോഗിക്കാം, വേർഡ്പ്രസ് ഉപയോഗിക്കാം. സോ അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അതിനും ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ പഠിക്കേണ്ട ചില കാര്യങ്ങളാണ് എത്ര രൂപ ചാർജ് ചെയ്യണം എന്നുള്ളത്, ഒരു കസ്റ്റമറെ നിലനിർത്തുന്ന മെത്തേഡ് എന്താണ് എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കൂടാതെ ഈ ഒരു ശീലം കൂടി ഡെവലപ്പ് ചെയ്യണം. അതായത് ഡിജിറ്റൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ശീലം, അതായത് പുതിയ പല കാര്യങ്ങളും ഇന്റർനെറ്റിൽ നോക്കി പഠിക്കുന്നതും വീഡിയോ നോക്കി പഠിക്കുന്ന ഒരു ശീലം നമ്മൾ ക്രമേണ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. കൂടാതെ ഞാൻ പറഞ്ഞ ബിസിനസ് സക്സസ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുക. വിൻ വിൻ വിൻ, അതേപോലെ തന്നെ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ, ലേറ്റസ്റ്റ് ടെക്നോളജികൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സക്സസ് സ്റ്റോറീസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇത് നമ്മുടെ കോഴ്സിന് ശേഷം സ്വന്തമായിട്ട് മേര ABT എന്ന് പറയുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി റൺ ചെയ്യുന്ന ആളാണ് ബിനോജ് ശാക്കർ. സോ അദ്ദേഹം മന്ത്ലി 5 ലാക്സിന് മുകളിൽ ഏൺ ചെയ്യാൻ സാധിക്കുന്ന അദ്ദേഹത്തിന് ഈ ടൂൾസും ടെക്നിക്സും ഒക്കെ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത് കൊണ്ടാണ്. സോ അതേപോലെ തന്നെ തൃശ്ശൂരുള്ള വിവേക്, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേരാണ് ഡിജി മാക്സ് തൃശ്ശൂർ. അദ്ദേഹം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആക്ച്വലി ഈ സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. മന്ത്ലി തന്നെ 3 ലാക്സിന് മുകളിൽ അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉണ്ടാകാൻ സാധിക്കുന്നു. സോ സർവീസസ് ചെയ്തു കൊടുത്തത്. അതേപോലെ തന്നെ മമത ഫ്രം തൃശ്ശൂർ, ശശികുമാർ സാർ, അദ്ദേഹം സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യാണ്. സൗദി അറേബ്യയിലെ ഒരു ജോലിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മറ്റുള്ളവർക്ക് സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കും. അപ്പൊ അങ്ങനെ
നമുക്ക് ചെയ്യാനും സാധിക്കും. ഇതൊരു ഫുൾ ടൈം പ്രൊഫഷൻ അല്ല, നമുക്കൊരു സർവീസ് ആയിട്ട് നമ്മുടെ സമയം കണ്ടെത്തി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. പ്രമീഷ് ഫ്രം വൈക്കം, അതേപോലെ തന്നെ അർജുൻ ബാംഗ്ലൂരിൽ ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നു. ആയിഷ ഒരു വീട്ടമ്മയാണ്, ആക്ച്വലി പൊൻകുന്നത്താണ് സ്ഥലം. ഒരു ഇൻകത്തിന് വേണ്ടിയാണ് ആക്ച്വലി നമ്മുടെ കോഴ്സിലേക്ക് വരികയും അത് പഠിക്കുകയും ചെയ്തത്. സോ അതിനുശേഷം വീട്ടിലിരുന്നു കൊണ്ട് ഇന്റർനെറ്റ് കണക്ഷനും ലാപ്ടോപ്പും ഉപയോഗിച്ചുകൊണ്ട് സർവീസുകൾ ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നു. സോ അതേപോലെ ശശികുമാർ സാർ, അദ്ദേഹം ഷൊർണൂറുള്ള അദ്ദേഹം 2 ലക്ഷത്തോളം രൂപയാണ് ഓരോ മാസവും ഒരു ഏജൻസിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. സോ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പൊ അദ്ദേഹം സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് 80,000 രൂപ താഴെയായി. കാരണം അദ്ദേഹം ഒരു വലിയ കമ്പനി റൺ ചെയ്യാണ്. ആ കമ്പനിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. 80,000 രൂപയായിട്ട് കുറയ്ക്കാൻ സാധിച്ചു, സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടാണ്. ശ്രീജ മേഡം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഹെഡാണ്. നെറ്റ്വർക്ക് ഇംപ്രൂവ് ചെയ്യാനാണ് ഈ ഒരു ടൂൾസും ടെക്നിക്സും ഉപയോഗിക്കുന്നത്. ഇത് തമിഴ്നാട്ടുകാരനാണ്, കോയമ്പത്തൂരാണ് അദ്ദേഹത്തിന്റെ സ്ഥലം, ജയദേവൻ എന്നാണ് പേര്. സോ അദ്ദേഹത്തിന് ഇപ്പോൾ ഏജൻസിയും ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയും ഉണ്ട്. അതുപോലെ തന്നെ ഹോം എക്യുപ്മെന്റ്സിന്റെ, ഹോം അപ്ലയൻസസിന്റെ സെയിൽസ് ആൻഡ് സർവീസ് സെന്ററും ഉണ്ട് കോയമ്പത്തൂർ. സോ അങ്ങനെ നിരവധി പേര് സ്വന്തം ബിസിനസ്സിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് സർവീസ് ആയിട്ട് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി കണ്ടെത്തിയവർ നിരവധി പേരുണ്ട്. പക്ഷേ ഇതിന് തീർച്ചയായിട്ടും നമ്മുടെ എഫർട്ട് അത്യാവശ്യമാണ് എന്നുള്ളത് സംശയമൊന്നുമില്ല. നമ്മൾ പല കാര്യങ്ങളും പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താലാണ് നമുക്കതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ആക്ച്വലി നമ്മുടെ കോഴ്സ്, നമ്മുടെ ഇവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്നുള്ളത് ഞാൻ അവതരിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കും മറ്റ് ടോപ്പിക്കുകളിലേക്ക് ഇമ്മീഡിയറ്റ്ലി കിടക്കാം. നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന കോഴ്സാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. സോ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. AI പവേർഡ് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ 1 ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സുകളും പഠിക്കാൻ സാധിക്കും. പിന്നെ എന്തിനാണ് ഈ 1 ഇയർ ഡ്യൂറേഷൻ നമ്മുടെ ഈ കോഴ്സിന് വെച്ചിരിക്കുന്നത്? ഈ 1 ഇയർ ഡ്യൂറേഷൻ വെച്ചിരിക്കുന്ന മറ്റൊന്നിനുമല്ല, പല ക്ലാസ്സുകളും നിങ്ങൾക്ക് ഒരു പക്ഷേ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ എല്ലാം റെക്കോർഡിങ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയാണ് ഈ 1 ഇയർ ഡ്യൂറേഷൻ തന്നെ വെച്ചിരിക്കുന്നത്. മാത്രമല്ല 1 ഇയറിലേക്കുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കും. കാരണം പല ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും സംശയങ്ങൾ വരുന്നത്. ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 6 സപ്പോർട്ട് സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ ഫോണിൽ ബന്ധപ്പെടാം, വാട്സാപ്പിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ സെപ്പറേറ്റ് ലൈവ് ക്ലാസ്സുകൾ ഡൗട്ട് ക്ലിയറിങ്ങിന് വേണ്ടി തന്നെ എല്ലാ ആഴ്ചകളിലും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ആക്ച്വലി ഇത് മുന്നോട്ട് പോകുന്നത്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. സോ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ മിഷൻ 36 ലാക്സിലേക്ക് എത്താനുള്ള എല്ലാ ഗൈഡൻസും ടൂൾസും മെത്തേഡ്സും ടെക്നിക്സും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സ്വന്തമായിട്ട് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ സെർച്ചിൽ വരുന്ന പരസ്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് പഠിക്കാൻ സാധിക്കും. അതിന്റെ ബേസിക്സ് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്, പോസ്റ്ററുകളും ലോഗോയും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത്. ഇനി പ്രൊഡക്റ്റ് ഒന്നും ഇല്ലെങ്കിലും ആമസോണിലൂടെ സെല് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. പേയ്മെന്റ് ലിങ്കുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പേയ്മെന്റ് ലിങ്കുകൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെ. യൂട്യൂബ് മാർക്കറ്റിംഗ് കാണുന്നുണ്ട്, യൂട്യൂബിൽ ചാനൽ തുടങ്ങുന്നത്, അതിനകത്ത് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന മെത്തേഡ്. വീഡിയോ എഡിറ്റിംഗ് കവർ ചെയ്യുന്നുണ്ട്, മൊബൈൽ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഗ്രോത്ത് ഹാക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നത്. അതേപോലെ തന്നെ യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നമ്മൾ ഇന്ന് കാണുന്ന മറ്റൊരു ടോപ്പിക്കാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതൊരു ഓൺലൈൻ മണി മേക്കിംഗ് മെത്തേഡാണ്. ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, ട്വിറ്റർ മാർക്കറ്റിംഗ്, കൂടാതെ വാട്സാപ്പ് ഓട്ടോമേഷൻ, ബിസിനസ് ഓട്ടോമേഷൻ, AI ഏറ്റവും പുതിയ ടൂളുകളും മെത്തേഡുകളും. സോ ടോട്ടലി ഏകദേശം 22ഓളം മോഡ്യൂൾസ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നത് എല്ലാ ട്യൂസ്ഡേയിലും 7:30 മുതൽ 9:30 വരെയാണ് ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ വരുന്നത്. എല്ലാ ചൊവ്വാഴ്ചയും 7:30 മുതൽ 9:30 വരെ സൂമിലൂടെ ലൈവ് ക്ലാസ്സുകൾ ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ 12 ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അതുകൂടാതെ ഫ്രൈഡേയിൽ സെപ്പറേറ്റ് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. സോ അതും 12 അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ മെഗാ മീറ്റപ്പുകൾ, എല്ലാ മാസങ്ങളിലും നടക്കുന്ന മെഗാ മീറ്റപ്പുകൾ. ഈ മെഗാ മീറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒന്നിക്കുന്നതാണ് ഈ മെഗാ മീറ്റപ്പ് എന്ന് പറയുന്നത്. സോ ഈ പെയ്ഡ് മെമ്പേഴ്സും എല്ലാവരും കൂടെ ഒന്നിക്കുന്ന മീറ്റിംഗിൽ നിങ്ങൾക്ക് ബിസിനസ് ഐഡിയകൾ ലഭിക്കും, മാർക്കറ്റിംഗ് ഐഡിയകൾ ലഭിക്കും, ജോലിക്ക് ആളിനെ എടുക്കാൻ സാധിക്കും, ജോലി കണ്ടെത്താൻ സാധിക്കും. സോ ഇതെല്ലാമാണ് ഈ മെഗാ മീറ്റപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അതും 12 നടക്കും. ഏകദേശം 36ഓളം ലൈവ് സെഷൻസ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ്. മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ മറ്റൊന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ലഭിക്കും. അപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ തിരക്ക് കാരണം, പല ബിസിനസിന്റെ തിരക്കുകൾ കാരണം ചിലപ്പോൾ ക്ലാസ്സിൽ കയറാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ ക്ലാസ് മിസ്സായി പോകാതിരിക്കാം. സോ അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. 2 സൊല്യൂഷൻ ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് എല്ലാ ക്ലാസ്സിന്റെയും റെക്കോർഡിങ്സ് ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ലഭിക്കും. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല അതേ ക്ലാസ് തന്നെ വീണ്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ആ ലേണിംഗ് പ്ലാറ്റ്ഫോം ഒന്ന് കാണിക്കാം.
ഓക്കെ, ലേണിംഗ് പ്ലാറ്റ്ഫോം ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. ഇവിടെ ചാറ്റിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ടിക്ടോക്ക് സ്നാപ്ചാറ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ കവർ ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാം ടിക്ടോക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് ടിക്ടോക്ക് നമ്മളിവിടെ കവർ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ നമ്മുടെ സപ്പോർട്ട് സ്റ്റാഫുകളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ടോക്ക് ആയാലും സ്നാപ്ഡീലായാലും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആൻസേഴ്സ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിനകത്ത് ആ വീഡിയോസ് ഞാനിവിടെ കാണിക്കാം. ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള വീഡിയോകൾ ഇതിന്റെ തുടക്കത്തിൽ ഓരോന്നിലും കാണാൻ പറ്റും. ഇമ്പോർട്ടൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങുന്നു, ഗ്രാഫിക് ഡിസൈൻ, ക്യാൻവ, റിമോ.bg. സോ അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുന്ന ഷോർട്ട് വീഡിയോസ് ആണ് ഈ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത്. ഫേസ്ബുക്ക് മാർക്കറ്റിംഗിന് അതിന്റെ 15ഓളം വീഡിയോസ്, അതുപോലെ തന്നെ യൂട്യൂബ് മാർക്കറ്റിംഗ്, ഗൂഗിൾ മൈ ബിസിനസ്, ഗൂഗിൾ ആഡ്സ്, ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ, വെബ്സൈറ്റ് ക്രിയേഷൻ, മേക്ക് മണി ഓൺലൈൻ, പേയ്മെന്റ് ഗേറ്റ്വേ, SMS മാർക്കറ്റിംഗ്, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ്, SEO, അതെല്ലാം കവർ ചെയ്യുന്നുണ്ട്. സോ അത് കഴിഞ്ഞാൽ പിന്നെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡിങ്സ്, നമുക്ക് ബാച്ച് 1 ലൈവ് ക്ലാസ് റെക്കോർഡിങ്സ് 2020 ജൂൺ മാസം മുതൽ ഇങ്ങോട്ടുള്ള ക്ലാസ്സുകളുടെ എല്ലാം റെക്കോർഡിങ്സ് ലഭിക്കും. 2020 ജൂൺ മാസം മുതലാണ് നമ്മുടെ ലൈവ് ഓൺലൈൻ ബാച്ചുകൾ ആരംഭിച്ചത്. ഓക്കെ, കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ബാച്ചിന്റെ വരെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, 30th ഡിസംബർ 2025 കഴിഞ്ഞ ചൊവ്വാഴ്ച കഴിഞ്ഞ ബാച്ചിന്റെ ക്ലാസിന്റെ ലാസ്റ്റ് റെക്കോർഡിംഗ് ആണ് ഈ കാണുന്നത്. സോ അതെല്ലാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ കോഴ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം നേരത്തെ വേണമെങ്കിലും പഠിക്കാൻ സാധിക്കുന്നതിന്റെ ലാസ്റ്റ് ബാച്ചിന്റെ റെക്കോർഡിങ്സ് എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഏറ്റവും ലേറ്റസ്റ്റ് ടോപ്പിക്കുകൾ പഠിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോൾ അതിന്റെ റെക്കോർഡിങ്സ് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം കൂടി ഇതിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഫീസ് എത്രയാണ്, അതേപോലെ തന്നെ ഇതിനകത്തുള്ള ബോണസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം. ഇതിന്റെ ഓഫർ എന്താണെന്നുള്ളത്. ഓക്കെ, ഇതിലേക്ക് വരുവാണെങ്കിൽ ഈ കോഴ്സിൻ്റെ അകത്ത് നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെ ഡേറ്റും ടൈമും ഞാനിവിടെ പറഞ്ഞു. എല്ലാ ട്യൂസ്ഡേയിലും 7:30 to 9:30, ഫ്രൈഡേ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മെഗാ മീറ്റപ്പ് എല്ലാ മാസങ്ങളിലും. സോ ഈ കോഴ്സിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന എക്സ്ട്രാ ബോണസുകളാണ് ഈ ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. 17,000ഓളം രൂപ വരുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ ലഭിക്കും. ഇത് ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റ് ചെയ്യാനും പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്യാൻവ എന്ന് പറയുന്ന ടൂൾ ഞാൻ പറഞ്ഞു, ക്യാൻവയുടെ പെയ്ഡ് ടെംപ്ലേറ്റ്സിന്റെ കളക്ഷൻ ലഭിക്കും. പിന്നെ 2 വർഷത്തെ കണ്ടന്റ് കലണ്ടർ, സോഷ്യൽ മീഡിയയിലേക്ക് ഓരോ ദിവസം എന്ത് പോസ്റ്റ് ഇടണം എന്നുള്ള കണ്ടന്റ് ഐഡിയകൾ ഇവിടെ നിന്ന് തന്നെ ലഭിക്കും. അതുകൂടാതെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് 3 മാസം കഴിയുമ്പോൾ ലഭിക്കും. പിന്നെ എല്ലാ മെഗാ മീറ്റപ്പുകളിലും പങ്കെടുക്കാം, ലൈവ് ക്ലാസ്സുകൾ, 1 വർഷത്തേക്കുള്ള സപ്പോർട്ട്. സോ ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു കോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 31,500 ആണ് ഈ കോഴ്സിന്റെ വാല്യൂ വരുന്നത്. റെക്കോർഡ് വീഡിയോസ്, സോഫ്റ്റ്വെയറുകളെല്ലാം അടങ്ങുന്ന ലൈവ് ക്ലാസ്സുകളെല്ലാം അടങ്ങുന്നതിന്റെ വാല്യൂ ആണ്. എങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത് 14,500 മാത്രമാണ്. ആക്ച്വലി ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ആക്ച്വൽ ഫീസ് വരുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന 10 പേർക്ക് 6,500 എന്ന സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ 6,500 ആണ് നമ്മുടെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് 10 ബുക്കിംഗ്സിനാണുള്ളത്. സോ ഈ ഒരു ഓഫർ പ്രൈസിൽ ബുക്ക് ചെയ്യാൻ നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. സോ അവർക്ക് ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. സോ പേയ്മെന്റ് അടച്ച് പേര്, ഇമെയിൽ അഡ്രസ്, വാട്സ്ആപ്പ് നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള ആക്സസും നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്കുള്ള ആക്സസും ലഭിക്കുന്നതായിരിക്കും. സോ എങ്ങനെയാണ് ആക്ച്വലി ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് മൊബൈലിൽ കാണിക്കാം. നോക്കിയപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ സ്ക്രീനാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ബുക്ക് ചെയ്യാൻ ഇത്രമാത്രം. നിങ്ങൾ ഏത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണോ വന്നിരിക്കുന്നത്, സോ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആരുമായിട്ടാണോ ചാറ്റിലുള്ളത് അവർക്ക് ജസ്റ്റ് ഇൻട്രസ്റ്റഡ് എന്നൊരു മെസ്സേജ് അയച്ചാൽ മതി. ഇൻട്രസ്റ്റഡ് എന്നൊരു മെസ്സേജ് അയക്കുവാണെങ്കിൽ അവരതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. പേയ്മെന്റ് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസ് അയച്ചു തരും. പേയ്മെന്റ് അടച്ച് പേര്, ഇമെയിൽ അഡ്രസ്സും വാട്സ്ആപ്പ് നമ്പർ അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ഇന്ന് രാത്രി തന്നെ ആഡ് ചെയ്യും. സോ ഈ ഗ്രൂപ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലാസിന്റെ ഡേറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ നമ്പറുകൾ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഓക്കെ, ജനുവരി 6, ജനുവരി 13, ജനുവരി 20 ഇങ്ങനെ ഓരോ ക്ലാസിന്റെ ഡേറ്റ്, കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽസും ഈ ഗ്രൂപ്പിൽ തന്നെ ലഭിക്കും. സപ്പോർട്ട് സ്റ്റാഫുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഞാൻ നേരത്തെ കാണിച്ച കഴിഞ്ഞ ഒരു 4 വർഷത്തെ ക്ലാസിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ കവർ ചെയ്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനോ ഒക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് വിൻഡോയിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് ഞാൻ ഇവിടെ തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫസ്റ്റ് ആക്ഷൻ ടേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമർ കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റ് വിൻഡോയിൽ ചോദിക്കാം. ഇപ്പം നമ്മൾ കണ്ട ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം. അടുത്ത ടോപ്പിക്കുകളിലേക്ക് നമ്മളൊരു അല്പസമയത്തിനുള്ളിൽ കടക്കുന്നതായിരിക്കും. ഓക്കെ,
മറ്റ് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ആമസോണിലൂടെ സെല് ചെയ്യുന്നത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ചില AI ടൂളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ അതിലേക്ക് നമ്മൾ അല്പസമയത്തിനുള്ളിൽ കടക്കുന്നതായിരിക്കും. നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു. സോ എനിക്ക് ബേസിക് നോളജ് ആണ് ഇത് പഠിക്കാൻ സാധിക്കുമെന്നുള്ളൂ. ബേസിക് നോളജ് ആണെങ്കിൽ ഇത് പഠിക്കാൻ സാധിക്കും. കാരണം ഇതിനകത്ത് ഒരു റോക്കറ്റ് സയൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഞാനിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പെയ്ഡ് കോഴ്സിൽ പഠിക്കുന്ന ഒരു പാർട്ടിസിപ്പന്റ് എന്നോട് പറഞ്ഞു, അദ്ദേഹം ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആമസോണിലൂടെ പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നുണ്ട്, എനിക്കത് പറഞ്ഞു തരാമോ എന്ന് കൂട്ടുകാരനോട് ചോദിച്ചപ്പോൾ നിനക്കൊന്നും മനസ്സിലാവത്തില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടത്. കാരണം നമ്മൾ ആരോടും അത് പറയാൻ പാടില്ല. എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയും എല്ലാവർക്കും ഉണ്ട്. പിന്നെ ചിലർക്ക് ഒരു അല്പസമയം കൂടുതൽ എടുക്കും, അത്രമാത്രം. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഈ കോഴ്സിനകത്ത് 6 സപ്പോർട്ട് സ്റ്റാഫുകൾ വെച്ചിരിക്കുന്നത് തന്നെ എന്ത് ബേസിക് ക്വസ്റ്റ്യൻ വന്നാലും ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പം അതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മെറ്റ ആഡ്സിനെ പറ്റി പറയും. മെറ്റ ആഡ്സിന്റെ കേസാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് മെറ്റ ആഡ്സ് വരുന്നത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതി ഞാനിവിടെ പറഞ്ഞില്ലേ, ആഡ്സ് മാനേജർ. ഫേസ്ബുക്കിൽ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന സംഗതിയുണ്ട്, അതാണ് മെറ്റ ആഡ്സ് എന്ന് പറയുന്നത്. facebook.com എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ സി മോർ എന്ന് പറയുന്ന സ്ഥലത്ത് ആഡ്സ് മാനേജർ എന്ന് കാണാൻ സാധിക്കും. ഈ ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാനൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. സോ അതാണ് മെറ്റ ആഡ്സിന്റെ പാനൽ എന്ന് പറയുന്നത്. ഈ മെറ്റ ആഡ്സിനകത്ത് വന്ന് നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാനിവിടെ ഒരു ബൂസ്റ്റിംഗ് സംഭവം കാണിച്ചില്ലേ, ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ലൊക്കേഷന്, ഏജ് ഗ്രൂപ്പ്, ഇൻട്രസ്റ്റ് ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് സെറ്റ് ചെയ്യുന്നത്. സോ അതാണ് മെറ്റ ആഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഫേസ്ബുക്കിലെ ഇൻസ്റ്റാഗ്രാമിൽ രണ്ടിടത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ലൊക്കേഷനാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനിൽ ഉള്ള ആൾക്കാർ ഇതേപോലെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പരസ്യം ഇതേപോലെ കാണിക്കുകയും നമുക്ക് അതിൽ നിന്ന് എൻക്വയറീസ് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സോ അതിനെക്കുറിച്ചുള്ള ആ ഒരു ഓവർവ്യൂ ആണ് ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ കാണിച്ചത്. ബൂസ്റ്റ് പോസ്റ്റ്, അതേപോലെ തന്നെ മെറ്റ ആഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാൻവ ഇൻപുട്ട് ടൂൾ ഹൗ ക്യാൻ ബി ക്രിയേറ്റ് എന്ന് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ക്യാൻവയിൽ ഇൻപുട്ട് ടൂൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്യാൻവയിലല്ല ഞാൻ ഇൻപുട്ട് ടൂൾ ആഡ് ചെയ്തിരിക്കുന്നത്, അത് ബ്രൗസറിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബ്രൗസറിലാണ് ഇത് ആഡ് ചെയ്തിട്ട് മായ എന്ന് പറഞ്ഞ അക്ഷരം കാണാൻ സാധിക്കും. ഇത് ആഡ് ചെയ്തത് ഗൂഗിൾ ഇൻപുട്ട് ടൂൾ ക്രോം എക്സ്റ്റൻഷൻ എന്ന് കൊടുത്താൽ മതി. ഗൂഗിളിൽ ചെന്നിട്ട് ക്രോം എക്സ്റ്റൻഷൻ, നമുക്ക് ക്രോമിലേക്ക് അതങ്ങ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മലയാളം ടൈപ്പ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് ഓഫർ പിന്നെ ലഭിക്കുമോ എന്ന് ചോദിക്കുന്നു. ഓഫർ പിന്നെ ലഭിക്കുമെന്ന് പറയാൻ സാധിക്കുന്നില്ല, കാരണം ഓരോ ഗ്രൂപ്പിനും ഓഫർ കൊടുത്തിട്ടുണ്ട്. ആ ഓഫറുകൾ ക്ലോസ് ചെയ്യുന്നവരെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഓഫർ ലഭിക്കുന്നത്. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ digitalmagnetonline.com എന്ന കമ്പനി വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ 14,500 എന്ന് പറയുന്ന ഫീസ് മാത്രമേ ഉള്ളൂ. അവിടെ 6,500 എന്ന് പറയുന്ന ഒരു ഓഫർ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, കോഴ്സ് ഫീസ് 14,500 ഓൺലി. ഈ പേയ്മെന്റ് അടയ്ക്കാനുള്ള പേയ്മെന്റ് ലിങ്ക് മാത്രമേ നമ്മുടെ കമ്പനി വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അവിടെ 6,500 എന്ന് പറയുന്ന ഓഫർ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഒരു സ്ഥാപനത്തിന്റെ ആഡ് ഫേസ്ബുക്കിലോ ഗൂഗിളിലോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഒരു സ്ഥാപനത്തിന്റെ ആഡ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അവർ കൊടുത്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ആ പർട്ടിക്കുലർ സ്ഥാപനത്തിന്റെ ഫേസ്ബുക്ക് പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് ഒരു സംവിധാനമുണ്ട്. ഞാനിതിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഡി ലൈഫ് ഹോം ഇന്റീരിയേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞാനിവിടെ സെർച്ച് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്കൊരു ഇന്റീരിയർ ഡിസൈൻ കമ്പനിയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ആ ഇന്റീരിയർ ഡിസൈൻ കമ്പനികൾ പരസ്യം ചെയ്യുന്നുണ്ടോ, മറ്റേതെങ്കിലും കമ്പനികൾ പരസ്യം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരുടെ ഇന്റീരിയർ ഡിസൈൻ കമ്പനി ആണെങ്കിൽ അവരുടെ പേജ് ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ മറ്റേത് ബിസിനസ് ആയിക്കോട്ടെ, അവരുടെ പേജ് ഓപ്പൺ ചെയ്യും. പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എബൌട്ടിൽ ചെല്ലുമ്പോൾ പേജ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ സാധിക്കും. പേജ് ട്രാൻസ്പെറൻസി. ഓക്കെ, പേജ് ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ ചെല്ലുകയാണെങ്കിൽ ആഡ്സ് ലൈബ്രറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അവർ പൈസ കൊടുത്ത് ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ചെന്ന് ആഡ്സ് ലൈബ്രറിയിൽ നമുക്ക് കാണാൻ സാധിക്കും അവര് എന്ത് ടൈപ്പ് പരസ്യമാണ് കൊടുത്തിരിക്കുന്നത്, അവരുടെ പരസ്യം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ എന്താണ്, ഇമേജ് ആണോ കൊടുത്തിരിക്കുന്നത്, വീഡിയോ ആണോ കൊടുത്തിരിക്കുന്നത്, ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും.
എന്ന് പറഞ്ഞാൽ പല കോമ്പറ്റീറ്റേഴ്സിനെ സ്പൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ പല അഡ്വർടൈസിങ് കമ്പനികൾക്ക് പോലും ഇത് അറിയത്തില്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടെന്ന്. സോ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ആഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുവാണെങ്കിൽ നമുക്ക് ബെറ്റർ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ചിലർ പേയ്മെന്റ് അടച്ച മെസ്സേജ് വന്നിട്ടുണ്ട്. അവർ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. ഗൂഗിൾ പേയിൽ പേയ്മെന്റ് അടച്ചവരുടേത് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് പേര് വിളിക്കാം. ഓക്കെ, ഗൂഗിൾ പേയിൽ പേയ്മെന്റ് വന്നിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അരവിന്ദിന്റെ പേയ്മെന്റ് വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ പേയ്മെന്റ് അരവിന്ദ്, ലക്ഷ്മി, ഡിറ്റോ, നഫീസ്, സൈമൺ ആൻഡ് അനൂപ്. ഓക്കെ, സോ വേറെ ലിങ്ക് വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ പേയ്മെന്റ് അടച്ചവർ പേര്, ഇമെയിൽ അഡ്രസ്സ്, വാട്സപ്പ് നമ്പർ ഒന്ന് അയച്ചു കൊടുക്കുക. സോ ഇതിപ്പോൾ ഞാൻ ഗൂഗിൾ പേയിൽ വന്നവരുടെ ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ആമസോണിൽ പ്രോഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം? ഓക്കെ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. നമ്മുടെ ഒരു പാർട്ടിസിപ്പൻറ്റ് പേഴ്സണൽ മെസ്സേജ് അയക്കുക. അവരുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിയുമെന്ന് പറയുന്നത് എന്താണ് സംഗതി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില ഗ്രൂപ്പുകളിൽ അവർ ഓഫർ പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്നത് അവരുടെ ഗ്രൂപ്പുകളിൽ കൊടുത്തിരിക്കുന്ന ഓഫർ കഴിയുന്നതുകൊണ്ടാണ്. സോ ഓഫർ കഴിഞ്ഞ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് 14,500 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാൻ സാധിക്കും. 7,500 പ്ലസ് 7,000. ഓഫർ കഴിയാത്ത ഗ്രൂപ്പിലാണ് 6,500 അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ 6,500 ഓഫർ അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടന്നാലോ? റെഡി ആണെങ്കിൽ കമന്റ് ചെയ്യാം. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. റെഡിയാണോ? ടു വിച്ച് നമ്പർ ഐ ഷുഡ് പേ എന്ന് രശ്മി മേഡം ചോദിക്കുന്നത്. മാഡം ഏത് ഗ്രൂപ്പിൽ നിന്നാണോ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആരാണോ കോൺടാക്ട് ചെയ്യുന്നത് അവർക്ക് മെസ്സേജ് അയക്കാം. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. ഓക്കെ, അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, നമുക്ക് മറ്റ് ചില ടോപ്പിക്കിലേക്ക് ഒന്ന് കിടക്കാം. ഐ മെസ്സേജ് ദം ഇൻട്രസ്റ്റിംഗ്ലി ബട്ട് ദേ ഡിഡ്ന്റ് റിപ്ലൈ. ഓക്കെ ഓക്കെ, ഞാൻ ഒരാളുടെ നമ്പർ അയച്ചിട്ടുണ്ട് മാഡം. റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ആർക്കെങ്കിലും റിപ്ലൈ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചു തരാം, അവരെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. പലരും ചോദിക്കാറുണ്ട്, പിന്നെ അതായത് എൻ്റെ വരുമാനം ഇതിൽ നിന്നൊക്കെ എത്രത്തോളമാണ്? ഇപ്പം ഞാനിവിടെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ 36 ലക്ഷത്തിന്റെ കണക്കൊക്കെ പറയുന്നു. ഞാൻ ഇതൊക്കെ ഏൺ ചെയ്യുന്നുണ്ടോ? സോ അപ്പൊ ഇതൊക്കെ ഏൺ ചെയ്യുന്നുണ്ടെങ്കിലാണല്ലോ ഈ ക്ലാസ് എടുക്കാൻ എനിക്ക് അർഹതയുള്ളത്. അപ്പൊ എന്റെ വരുമാനം എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ രീതിയിലാണ് ഇതിൽ നിന്ന് ഞാൻ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. എന്താണ് എന്റെ വരുമാന സ്രോതസ്സുകൾ, ഏതൊക്കെ രീതിയിൽ? യെസ്, ഓക്കെ, എസ് എന്ന് പലരും കമന്റ് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് 3 വരുമാന സ്രോതസ്സുകളാണ് ആക്ച്വലി ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ഉള്ളത്. മെയിനായിട്ടും 3 കൂടുതലുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ മേജർ ആയിട്ടുള്ള 3 ഇൻകം സോഴ്സസ് എന്ന് പറയുന്നത്, ഒന്ന് ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെയുള്ള ഇൻകം, രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫേസ്ബുക്ക് ആഡ്, ഇൻസ്റ്റാഗ്രാം ആഡ്, വെബ്സൈറ്റ് ക്രിയേഷൻ, ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സോ ഈ 3 ഇൻകം സോഴ്സസ് ആണ് എനിക്ക് മേജറായിട്ട് ഉള്ളത്. സോ ഇതിൽ ട്രെയിനിങ് പ്രോഗ്രാംസിന്റെ കേസ് പറയുകയാണെങ്കിൽ, ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഫേസ്ബുക്ക് ആഡ്സും ഇൻസ്റ്റാഗ്രാം ആഡും ഉപയോഗിച്ചാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യുന്നത്. സോ കഴിഞ്ഞ ഒരു 4 വർഷത്തെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എത്രത്തോളം റവന്യൂ നമുക്ക് ഇയർലി ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഞാൻ ഇവിടെ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉൾഭാഗമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സ്റ്റുഡൻസിനെ ആഡ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ ഓക്കെ, 15,000 സ്റ്റുഡൻസ് നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ഒരു 4 വർഷത്തിനുള്ളിൽ ലഭിച്ചിട്ടുണ്ട്. ഇത് ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഉൾഭാഗമാണ്. ഈ സ്റ്റുഡൻസിനെ ആഡ് ചെയ്തിരിക്കുന്ന അവരുടെ ഇമെയിൽ അഡ്രസ്സുകളൊക്കെയാണ് ഈ കാണുന്നത്. സോ ഇത് 6,500 എന്ന് പറയുന്ന നമ്മുടെ ഓഫർ ഫീസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എത്രത്തോളം റവന്യൂ ആണ് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 9,75,00,000 എന്ന് പറയുന്നത്. സോ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇയർലി റവന്യൂ എന്ന് പറയുന്നത് 2,43,00,000 എന്ന് പറയാൻ 243 lakhs പെർ ഇയർ എന്ന് പറയുന്ന ഫിഗറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ 36 lakhs പെർ ഇയർ എന്ന് പറയുന്നത് അച്ചീവബിൾ ആയിട്ടുള്ള സംഗതിയാണ്. അതിനു വേണ്ടി നിങ്ങൾ എഫർട്ട് ഇടണം എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്.
അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടൂൾസും ടെക്നിക്സും ഒക്കെ പഠിക്കുകയും ഫോളോ ചെയ്യുകയും പോകണം. നമ്മുടെ ടീമിലുള്ളവരും അതേപോലെ തന്നെ സപ്പോർട്ട് സ്റ്റാഫുകളും മാക്സിമം ഹെൽപ്പ് ചെയ്യും അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി. അപ്പോൾ ഇത് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഗോളാണ്. സോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഫിഗർ എത്രയാണെന്ന് ഇവിടെ കാണിച്ചത്. ഓക്കെ, ഇനി ഇത് കൂടാതെ രണ്ടാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ്. ഓക്കെ, സർവീസസിൽ നമുക്ക് ഇവിടെ ഏതാനും ക്ലയൻസിന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത് ഏതാനും ചില ക്ലയൻസിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബിൽഡേഴ്സ് ഉണ്ട്, ഇന്റീരിയർ ഡിസൈൻ കമ്പനികളുണ്ട്, ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ചില ഇൻഷുറൻസ് ഏജൻസ് ഉണ്ട്. സോ ഇവർക്ക് ഒക്കെ സർവീസസ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ വർക്ക് ആയിരിക്കും. എങ്കിൽ ആവറേജ് 5 lakhs to 8 lakhs പെർ മന്ത് എന്ന് പറയുന്ന ഫിഗറാണ്. ഓക്കെ, ഇത് കൂടാതെയുള്ള മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ നിന്ന് അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നുള്ള അല്പസമയത്തിൽ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. അറൗണ്ട് 80,000 ആണ്. അപ്പം ഞാനിവിടെ എൻ്റെ ഇൻകം ഞാനിവിടെ കാണിച്ചതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻകം ജനറേറ്റിംഗ് സ്കില്ല് തന്നെയാണ്. സോ അത് നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും നമുക്ക് അതിനകത്ത് ഇൻകം കിട്ടുന്നത്. സ്വന്തം ബിസിനസ്സിൽ ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് വളർത്തിയെടുക്കാം, അല്ലെങ്കിൽ ഇത് സർവീസായിട്ട് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലെയുള്ള സംഗതികൾ പഠിച്ച് നമുക്ക് ഓൺലൈൻ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് കടന്നാൽ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കിലേക്ക് പോകാൻ റെഡി ആണെങ്കിൽ നമുക്ക് 9:30 വരെയാണ് സെഷൻ വരുന്നത്. നമുക്കൊരു 20-25 മിനിറ്റ് കൂടെ ആയിരിക്കും ഉള്ളത്. അതിനുള്ളിൽ മറ്റു ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്, ഓക്കെ. പലരും ചോദിക്കാറുണ്ട്, ഈ ഒരു എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുമോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ഒരു 2-3 മിനിറ്റ് കൊണ്ട് പറയാം. ഇത് 2-3 വർഷം മുമ്പ് നടന്നൊരു സംഗതിയാണ്. തലശ്ശേരിയിലുള്ള ഒരു വലിയ സ്റ്റുഡിയോയിൽ പോയി ക്ലാസ് എടുത്തത്. 7-8 ഡിസൈനേഴ്സ് ഒക്കെ ഉള്ള വലിയ സ്റ്റുഡിയോ ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ ഓണർ വിളിച്ച് പറഞ്ഞു, സാറേ ക്ലാസ് ഞങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടു, എനിക്ക് 2 സ്റ്റാഫിനെ കുറയ്ക്കാൻ സാധിച്ചു. ഇത് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം എന്താ വെച്ചാൽ 2 പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ഒരു ഇന്ന ടൂളാണ് യഥാർത്ഥി 2 പേരെ കുറയ്ക്കാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. സോ എന്തായിരുന്നു ആ ടൂള്, ഈ ടൂൾ എങ്ങനെയാണ് 2 പേരുടെ ജോലി നഷ്ടപ്പെടുത്തിയത്, അതിന് കാരണമായത് എങ്ങനെയാണെന്ന് നോക്കാം. ആ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ടൂളാണ് remove.bg എന്ന് പറയുന്ന ടൂള്. ഈ remove.bg എന്ന് പറയുന്ന ടൂൾ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, remove.bg ഞാനൊന്ന് കാണിക്കാം. ഈ remove.bg എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പോട്ടിൽ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് തരും. സോ ഇത് എവിടെയാണ് ആക്ച്വലി സ്റ്റുഡിയോകളിൽ ഉപയോഗിക്കുന്നത്? ഈ സ്റ്റുഡിയോകളിൽ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡിയോകളിൽ പല ഫോട്ടോകളും എടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് വേറെ ഫോട്ടോ അല്ലെങ്കിൽ വേറെ ബാക്ക്ഗ്രൗണ്ട് വെക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ഓക്കെ, സോ അതിനൊക്കെ നേരത്തെ സ്റ്റാഫിനെ തന്നെ അപ്പോയിന്റ് ചെയ്യുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ പഴയ രീതിയിൽ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന ഒരാൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ കോർണറിലൂടെ ഇങ്ങനെ വരച്ച് സമയമെടുത്ത് വരച്ച് ഈ രീതിയിലായിരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ അന്നേ അതിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഈ ഇമേജിനെ നമ്മൾ നേരെ remove.bg ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് രജനീകാന്തിന്റെ ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് രജനീകാന്തിന്റെ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോകുന്നുണ്ടോ എന്ന്. ഓക്കെ, രജനീകാന്തിന്റെ ഇമേജ് ഡെസ്ക്ടോപ്പിൽ നിന്ന് സെലക്ട് ചെയ്ത് അപ്ലോഡ് കൊടുത്തു. സോ ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോയി കിട്ടും. ഇതാ പോയി കഴിഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞു. ഇനി നമുക്കത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്തിനെ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നേരത്തെ അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് 1 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ നമുക്ക് തീർക്കാൻ സാധിക്കുന്നതാണ്. ഇതാ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രജനീകാന്തിനെ കിട്ടിയിരിക്കുന്നത്. കറക്റ്റായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കട്ടായി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഈ ഇങ്ങനെയുള്ള പല ടൂളുകളും വരുമ്പോൾ പലരുടെയും ജോലിക്ക് ഒരു ഭീഷണിയായിരിക്കും എന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ പല ടൂളുകൾ AI ടൂളുകൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. സോ ഒരു കമ്പനി നമുക്ക് തുടർന്ന് പോകാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് അവിടെ തന്നെ കിട്ടുന്നുള്ളതാണ്. അതേസമയം നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നിലായി പോകും, അല്ലെങ്കിൽ ജോലിക്ക് ഭീഷണിയാവും എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് ബിസിനസ്സിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ AI ടൂളുകൾ പലയിടത്തും ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ സോ മറ്റുള്ള ബിസിനസ്സുകാർ ഇതൊക്കെ അപ്ലൈ ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാഴ്ചക്കാരായിട്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ AI ടൂളുകൾ നല്ലതാണ്, നമുക്ക്
ഭീഷണി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ്. അല്ലാത്ത പക്ഷം നമുക്ക് വലിയ അവസരങ്ങളാണ് ഇത് തരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ AI ടൂളുകളും അതേപോലെ തന്നെ മെത്തേഡുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ വെബ്സൈറ്റ് നിർമ്മിക്കുന്ന AI ടൂൾ ഞാൻ ഇവിടെ കാണിച്ചു. അതേപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്ന ബിങ് ഇമേജ് ക്രിയേറ്റർ എന്ന് പറയുന്ന ടൂൾ കാണിച്ചു. ഇപ്പൊ remove.bg കാണിച്ചു. സോ ഇങ്ങനെ നിരവധി ടൂളുകൾ ഇപ്പം അവൈലബിൾ ആണ്. ChatGPT, ജെമിനി എന്നൊക്കെ പറഞ്ഞ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നൊക്കെ ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. അത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പൻറ്റ് മെസ്സേജ് അയക്കുന്നു, പേയ്മെന്റ് എറർ വന്നുള്ളത്. പേയ്മെന്റ് എറർ വന്നവർ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്യുക. അവരതിന്റെ ആൾട്ടർനേറ്റീവ് പേയ്മെന്റ് ലിങ്ക് തരുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു പേയ്മെന്റ് ലിങ്ക് തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ആ സീറ്റ് അവർ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, നമുക്ക് ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നതിൽ കടന്നാലും. റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. ഫുൾ പേയ്മെന്റ് എത്രയാണെന്ന് ചോദിക്കും. ഫുൾ പേയ്മെന്റ് 6500 ആണ് ആക്ച്വലി ഫുൾ പേയ്മെന്റ് വരുന്നത്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഓഫർ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന് ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയക്കുകയാണെങ്കിൽ അറിയാൻ സാധിക്കും നിങ്ങളുടെ ഓഫർ അവിടെ നിങ്ങളുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. 6500 ആണ് ആക്ച്വലി വരുന്നത്. ഇതിനകത്ത് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, 4 വർഷത്തെ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്സ്, അതുപോലെ തന്നെ 1 ഇയറിലേക്കുള്ള സപ്പോർട്ട്. ഓക്കെ, 1 ഇയറിലാണ് സപ്പോർട്ട് ലഭിക്കുന്നത്. 1 ഇയറിലേക്ക്, അതായത് 1 ഇയറിലേക്ക് എന്ത് സംശയം വരുവാണെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആക്സസും നിങ്ങൾക്ക് 1 ഇയറിലേക്ക് ലഭിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആമസോണിലൂടെ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആമസോണിൽ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ സെല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാൻ അതിന്റെ ചില ഓപ്ഷൻസ് കാണിക്കാം. നോക്കി, നമ്മുടെ Amazon.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് വന്ന് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കും. പുതിയൊരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, സെൽ ഓൺ ആമസോൺ. ഈ സെൽ ഓൺ ആമസോൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ലർ അക്കൗണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് പറയുന്നത് സെല്ലർ സെൻട്രൽ എന്നാണ് പറയുന്നത്. സെല്ലർ സെൻട്രൽ. ഓക്കെ, സ്റ്റാർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സെല്ലർ സെൻട്രൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ സെല്ലർ സെൻട്രൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്ത് നമുക്ക് സെല് ചെയ്യാൻ സാധിക്കും. ഇതിന് മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഈ സെല്ലർ സെൻട്രൽ എന്ന് പറയുന്നതിന് മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റികളെ പറ്റി പറയുവാണെങ്കിൽ നോക്കി, ഞാൻ ചില എക്സാമ്പിൾസ് കാണിക്കാം. ഇപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് വന്ന് ബനാന ചിപ്സ് എന്ന് സെർച്ച് ചെയ്തു. നമ്മുടെ കേരള ബനാന ചിപ്സ് എന്ന് പറഞ്ഞ് പല ആൾക്കാരും മറ്റ് സ്റ്റേറ്റുകളിൽ, ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നല്ല വിലയ്ക്ക് ഇത് വിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ കേരള ബനാന ചിപ്സ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ പലരും സ്പോൺസേഡ് എന്നുള്ള രീതിയിൽ സെർച്ചിൽ 1ാം സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നുണ്ടോ. പലർക്കും അറിയത്തില്ല സെർച്ചിൽ 1ാം സ്ഥാനത്ത് കൊണ്ടുവരുന്ന മെത്തേഡ്. നമുക്കവിടെ പെയ്ഡ് അഡ്വർടൈസ്മെന്റിലൂടെ സെർച്ചിൽ 1ാം സ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കും. നമ്മളൊരു പുതിയ സെല്ലർ ആണെങ്കിലും നമുക്ക് ആദ്യം എത്തിക്കാൻ സാധിക്കും. ഇവിടെ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഉപ്പേരിയാണ്. ആക്ച്വലി 230 രൂപ എന്ന് പറയുന്നത് 300 ഗ്രാമിനാണ്. 1 കിലോയ്ക്ക് അതിന് 1000 രൂപയായി. കേരള ബനാന ചിപ്സ് എന്നുള്ള രീതിയിൽ ഇതിനകത്തോടെ സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് പൊട്ടെന്ന് വെക്കാം. വേറെ ചില പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം. നമ്മൾ ഇതിനകത്ത് ടപ്യോക്ക സ്റ്റെം കട്ടിങ്സ് എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മരച്ചീനി കമ്പുകൾ പോലും ആൾക്കാർ ഇതിനകത്തൂടെ വിറ്റ് വരുമാനം ഉണ്ടാക്കുന്ന കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ മരച്ചീനി അല്ലെങ്കിൽ കപ്പ നടാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴിച്ചു വെക്കുന്ന ആ കമ്പുകളുണ്ടല്ലോ, അത് ഇതിനകത്തൂടെ ആൾക്കാർ വിൽക്കുന്നതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അത് ആര് വാങ്ങിക്കുമെന്നൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഓക്കെ, അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആമസോൺ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഈ കാണുന്നത് മരച്ചീനി കമ്പുകളാണ് ആക്ച്വലി ഈ ഒരു സെല് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. പാക്ക് ഓഫ് 10 എന്ന് പറഞ്ഞ് 10 കഷ്ണം കമ്പാണ് ഇതിനകത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. എത്ര രൂപയ്ക്ക്? 319 രൂപയ്ക്ക് 10 കഷ്ണം കമ്പാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇത് അയൽവക്കത്ത് പോയി മേടിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ പല സിറ്റികളിൽ ജീവിക്കുന്നുണ്ട്. അവർ ഓൺലൈനിലൂടെ ആയിരിക്കും ഇത് ഓർഡർ ചെയ്യുന്നത്. അവരുടെ 1-2 സെന്റിലോ 5 സെന്റിലോ ഒക്കെ നടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓൺലൈനിലൂടെ ആയിരിക്കും മേടിക്കുന്നത്. അതിന്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയ ആൾക്കാർ ഇതിനകത്തൂടെ വിൽക്കുന്നതാണ് കാണുന്നത്. ഇനി എല്ലാവരുടെയും വീട്ടിൽ വെറുതെ നമ്മൾ കളയുന്ന അല്ലെങ്കിൽ വെറുതെ അവിടെ ഇട്ടിരിക്കുന്ന ചിരട്ട പോലും ആൾക്കാർ ഇതിനകത്തൂടെ വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നത്. കോക്കനട്ട് ഷെൽ എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ കാണാൻ സാധിക്കും നമ്മുടെ ഇതിനകത്തൂടെ ചിരട്ട വിൽക്കുന്നത്. നോക്കി, തേങ്ങയെക്കാളും വലിയ വിലയ്ക്ക് ഇതിനകത്തൂടെ ചിരട്ട വിൽക്കുന്നത് കാണാൻ സാധിക്കും. 560 രൂപയ്ക്ക് 4 കിലോ ചിരട്ടയാണ് ഇതിനകത്ത് വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് 140 രൂപയായി.
ഒരു കിലോ തേങ്ങയ്ക്ക് 140 രൂപയുണ്ടോ, പക്ഷേ ഒരു കിലോ ചിരട്ട 140 രൂപയ്ക്ക്, അല്ലെങ്കിൽ 4 കിലോ 560 രൂപയ്ക്കാണ് ഇതിനകത്തോടെ വിറ്റുകൊണ്ടിരിക്കുന്നത്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി നമ്മൾ ഏത് പ്രോഡക്റ്റ് സെല് ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് ഇതിനകത്തൂടെ സെല് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു പ്രോഡക്റ്റ് നമുക്ക് സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഇതിനകത്തൂടെ സെല് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല, നമുക്ക് സ്റ്റോക്ക് എടുക്കാനുള്ള ഒരു ധൈര്യമില്ല, ഇനി സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് വിൽക്കാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ എന്ത് പ്രശ്നം? സോ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഒരു പ്രോഡക്റ്റ് സ്റ്റോക്ക് ഇല്ലെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനകത്ത് ഓർഡർ വരുമ്പം അത് ഫുൾഫിൽ ചെയ്യാൻ 2 ദിവസത്തെ ഗ്യാപ്പ് കിട്ടും, 2 days ഗ്യാപ്പ്. ഈ 2 ദിവസത്തിനുള്ളിൽ സംഘടിപ്പിക്കാനുള്ള ബന്ധങ്ങളോ കണക്ഷൻസോ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് വേണമെന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഒക്കെ പ്രോഡക്റ്റ് കാണുമല്ലോ. സോ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്നു, കോൺടാക്ട് ചെയ്തിട്ട് അവരോട് പറയുന്നു, സോ ഞാൻ ആമസോണിലൂടെ പ്രോഡക്റ്റുകളൊക്കെ സെല് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്, സോ എനിക്ക് അതിന്റെ ഫോട്ടോസ് തരാമോ, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോസ് എടുത്തോട്ടെ, ഓർഡർ വരുമ്പോൾ നിങ്ങളെ നിന്ന് വാങ്ങിച്ച് അയച്ചു കൊടുക്കാം, എനിക്ക് ഒരല്പം വില കുറച്ച് തരാൻ ആവശ്യപ്പെടുക. സോ അവരത് സമ്മതിക്കും, കാരണം അവർക്ക് അത് എങ്ങനെയും വിറ്റഴിച്ചാൽ മതിയല്ലോ. ഇടനിലക്കാർ വഴി ആയിരിക്കും പലപ്പോഴും പല പ്രോഡക്റ്റുകളും പലരും വിറ്റുകൊണ്ടിരിക്കുന്നത്. സോ അത് നിങ്ങൾ വഴി ഓൺലൈനിലൂടെ വിൽക്കാൻ അവർ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഒരു ഓർഡർ വരുമ്പോൾ അവരെ നിന്ന് മേടിക്കുന്നു, അയച്ചു കൊടുക്കുന്നു. നമ്മുടെ പെയ്ഡ് കോഴ്സിലുള്ള പലരും അങ്ങനെയാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് ഓർഡറുകൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, കൂടുതൽ സ്റ്റോക്കുകൾ എടുക്കാൻ തുടങ്ങി. സ്റ്റോക്കുകൾ എടുക്കുമ്പോൾ വീണ്ടും വില കുറച്ച് കിട്ടും. അതാണ് അതിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ റിസ്ക് ഫ്രീ ആയിട്ട് നമുക്കിത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ആമസോൺ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല പ്രോഡക്റ്റുകളും ഓൺലൈനിലായിട്ടും അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് കടകളിൽ പോയി ഒക്കെ മേടിക്കുന്നുണ്ട്. നമ്മളൊരു പ്രോഡക്റ്റുകൾ എപ്പോഴും വാങ്ങിക്കുന്ന ഒരാളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു ബയറാണ്. ബയറാണെങ്കിൽ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇങ്ങോട്ട് പൈസ കിട്ടണമെങ്കിൽ നമ്മളൊരു സെല്ലറായിട്ട് മാറണം എന്നുള്ളതാണ്. സോ അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ആമസോൺ എന്ന് പറയുന്നത്. ആമസോൺ സെല്ലിങ്ങിനെ പറ്റി ചിന്തിക്കാവുന്നതാണ്, അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കിനി അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ കടന്നല്ലോ. ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ പോകാൻ റെഡി ആണെങ്കിൽ എസ് എന്ന് കമന്റ് ചെയ്യാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് യെസ് റെഡിയാണ്. ഓക്കെ ഓക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, എന്താണ് പാസീവ് ഇൻകം, എന്താണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്യുന്നു, ആ ജോലിയിൽ നിന്ന് ശമ്പളം ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നു, ബിസിനസ്സിൽ നിന്ന് ലാഭം ലഭിക്കുന്നു. സോ ഇത് നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ആക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രം ലഭിക്കുന്നതാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. അതേസമയം പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജോലിയും ചെയ്യാതിരുന്നാലും നമുക്ക് ഒരു ഇൻകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു പാസീവ് ഇൻകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകത്തിന് പല എക്സാമ്പിളുകളും ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യൂട്യൂബ് ചാനലുകൾ വളർത്തിയെടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ അവരൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ യൂട്യൂബ് ചാനലുകളിലെ ആൾക്കാർ വീഡിയോസ് കാണുമ്പോൾ പരസ്യം കാണിക്കും. ആ പരസ്യത്തിൽ നിന്നുള്ള വരുമാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, യൂട്യൂബ് കൊടുക്കുന്ന വരുമാനം. അതേപോലെ തന്നെ ഇപ്പം ബുക്കുകളൊക്കെ എഴുതി പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അവർ നല്ല കാലത്ത് അവർ ബുക്കുകളൊക്കെ എഴുതി പബ്ലിഷ് ചെയ്തിട്ട് ആ ബുക്കുകളൊക്കെ ആൾക്കാർ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അതിൽ റോയൽറ്റി ആയിട്ടും ഒക്കെ വരുമാനം വന്നുകൊണ്ടിരിക്കും. അതൊക്കെ പാസീവ് ഇൻകമാണ്. അതുപോലെ ഒരു അടിപൊളി പാസീവ് ഇൻകമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഗതി. അതായത് നമ്മൾ ആദ്യകാലത്തിൽ കുറച്ചൊന്ന് കഷ്ടപ്പെടേണ്ടി വരും, പക്ഷെ പിന്നീട് നമ്മളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഒരു പാസീവ് ഇൻകം നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യമാണ്, നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സെക്യൂർ ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാലവും ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഈ പാസീവ് ഇൻകത്തിനെ പറ്റി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ പറഞ്ഞിട്ടുള്ള ഒരാളാണ് വാരൻ ബഫറ്റ് എന്ന് പറയുന്ന അമേരിക്കക്കാരനായ കോടീശ്വരനായ മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത്, ഇഫ് യു ഡോണ്ട് ഫൈൻഡ് എ വേ ടു മേക്ക് മണി വൈൽ യു സ്ലീപ്, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും വരുമാനം കിട്ടുന്ന ഒരു സംവിധാനം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ, യു വിൽ ഹാവ് ടു വർക്ക് അണ്ടിൽ യു ഡൈ. അതായത് മരിക്കുന്നത് വരെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും. അല്ലേ? നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്കൊരു വരുമാനം കിട്ടുന്ന സംവിധാനം സെറ്റ് ചെയ്ത് വെക്കണം. ഒന്നുകിൽ നല്ല പൈസയൊക്കെ ഉണ്ടാക്കിയത് ബാങ്കിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുക, അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. സോ അത്രയും ഇൻകം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും വരുമാന സ്രോതസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും, നമുക്ക് സേഫ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. സോ അതിനുള്ള നല്ലൊരു സംവിധാനമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ കാണിക്കാം. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റ് തന്നെ വെച്ച് കാണിക്കാം. കമ്പനിയുടെ വെബ്സൈറ്റിനകത്ത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാഗ്നറ്റ് ഓൺലൈൻ .com എന്ന നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഓക്കെ, സോ അതിന്റെ സൈഡിൽ കണ്ടോ, ആമസോൺ ലേറ്റസ്റ്റ് ഓഫേഴ്സ് എന്ന് പറഞ്ഞ് പരസ്യം വെച്ചിരിക്കുന്നത്. സോ എന്തിനാണ് നമ്മുടെ കമ്പനിയുടെ സൈറ്റിനകത്ത് എന്തിനാണ് ആമസോണിന്റെ പരസ്യം വെച്ചിരിക്കുന്നത്? അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ആമസോണിന്റെ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ ആമസോണിന്റെ സൈറ്റിലേക്ക് പോവുക, അവിടെ ഇരിക്കുന്ന 17 കോടി പ്രോഡക്റ്റിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ എനിക്കൊരു കമ്മീഷൻ കിട്ടും. ഇതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രോഡക്റ്റ് ഞാൻ നേരിട്ട് സെല് ചെയ്യുന്നില്ല, ജസ്റ്റ് റെഫർ ചെയ്യുന്നേ ഉള്ളൂ, ആൾക്കാരെ ആമസോണിലേക്ക് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. സോ ഇതേപോലെ അഫിലിയേറ്റ് ആകണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആമസോണിനകത്ത് വന്ന് അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഇവിടെ ഉണ്ട്. ഏറ്റവും അടിയിൽ ബിക്കം ആൻ അഫിലിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ബിക്കം ആൻ അഫിലിയേറ്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. സോ അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് കമ്മീഷൻസ് ലഭിക്കുന്നത്. സോ ഇതേപോലെ അഫിലിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിങ്കുകൾ നമ്മുടെ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യാം, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പ്ലേസ് ചെയ്യാം, ഇവൻ വാട്സാപ്പിൽ അയച്ചു കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തിട്ട് അതിലൂടെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ ലഭിക്കും, അവർക്കാണെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരത്തില്ല. ഒരാൾ ഒരു ലാപ്ടോപ്പ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നു, ഓക്കെ, അപ്പോൾ അവർ നേരിട്ട് ആമസോണിൽ കയറി മേടിച്ചാലും നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് വഴി മേടിച്ചാലും ഒരേ പൈസയാണ് ആമസോണിൽ കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിലൂടെ പോയി മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ കൂടെ കിട്ടും. അതെന്ന് പറഞ്ഞാൽ അവിടെ കമ്മീഷൻ ആമസോണിന്റെ പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് തരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇപ്പൊ സമയം 9:20 ആയിട്ടുണ്ട്. അപ്പോൾ 9:30 വരെയാണ് നമ്മുടെ സെഷൻ വരുന്നത്. മറ്റ് ചില ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഓക്കെ, നമ്മൾ അടുത്ത കാണാൻ പോകുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, എന്താണ് ആക്ച്വലി ഈ ഒരു ഡൊമൈൻ നെയിം എന്ന് പറയുന്ന സംവിധാനം നമുക്ക് നോക്കാം. എന്താണ് ഡൊമൈൻ നെയിം? അതായത് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിന്റെ അഡ്രസ്സിനാണ് ഡൊമൈൻ നെയിം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു വെബ്സൈറ്റ് നിർമ്മിക്കുന്ന മിക്സോ എന്ന് പറയുന്ന ടൂള്, വേർഡ് പ്രസ് എന്ന് പറയുന്ന ടൂളൊക്കെ കണ്ടു. സോ അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് പ്രൊഫഷണലായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ അതിനൊരു വെബ് അഡ്രസ്സ്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നേച്ചർ ഫ്രഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ naturefresh.com ഇതൊരു ഡൊമൈൻ നെയിമാണ്, അഥവാ വെബ് അഡ്രസ്സാണ്. ഇത് സമയത്ത് എടുത്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നുള്ളതാണ്. സമയത്ത് എടുത്തില്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഈ പേര് നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ഇത് യുണീക്ക് ആണ് എന്നുള്ളതാണ്. ഇത് സമയത്ത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിത് പറയാൻ കാര്യം, നമ്മൾ ശബരിമല.com എന്ന് പറയുന്ന സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അത് ദേവസ്വം ബോർഡിന്റെയോ ഗവൺമെന്റിന്റെയോ ഒക്കെ അണ്ടറിലുള്ള സൈറ്റ് ആയിരിക്കുന്നു. അല്ല, ഇത് ആക്ച്വലി കൊച്ചിയിലുള്ള തോമസ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലിരിക്കുക. അപ്പൊ അദ്ദേഹം എന്തിനാണ് ഈ സൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്? സോ ഇതിനകത്ത് ക്ഷേത്രത്തിനെ കുറിച്ചും അതേപോലെ തന്നെ അയ്യപ്പനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ഓക്കെ ഹോളിഡേ ട്രിപ്പുകൾ, അതായത് ഹോളിഡേ പ്ലാനുകൾ അദ്ദേഹം സെല് ചെയ്യുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ വെഹിക്കിൾ ഹയറിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട്, അതായത് വണ്ടി വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെ അദ്ദേഹത്തിന് നല്ല ബിസിനസ് ലഭിക്കുന്നു. അപ്പൊ ഈ ഒരു പേര് ഗവൺമെന്റോ ദേവസ്വം ബോർഡോ ആദ്യമേ എടുക്കാഞ്ഞത് കൊണ്ടാണ് അവർക്ക് ആ പേര് നഷ്ടപ്പെട്ടു പോയത്. ശബരിമല.com എന്ന് പറയുന്ന ഈ ഒരു പേര് 20 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുകയാണ്. അവസാനം ദേവസ്വം ബോർഡുമായിട്ട് ചില ഇഷ്യൂകളൊക്കെ ആയി അവസാനം കോടതി പോലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈറ്റ് അദ്ദേഹത്തിന് ഉപയോഗിക്കാം, അത് ഒരു ഒഫീഷ്യൽ സൈറ്റ് അല്ല എന്നുള്ള ഡിക്ലറേഷൻ കൊടുത്താൽ മതി. ഇവിടെ ചെറിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്, ദിസ് ഈസ് നോട്ട് ആൻ ഒഫീഷ്യൽ സൈറ്റ് ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്ന്. സോ എങ്കിലും അദ്ദേഹത്തിന് ഇതിലൂടെ ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനകത്ത് വരുന്നവര് അക്കോമഡേഷൻ ബുക്കിംഗ്, വെഹിക്കിൾ ബുക്കിംഗ് ഒക്കെ കാണുന്നുണ്ട്, അവർ ബുക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് ആ സർവീസ് കിട്ടുന്നുണ്ട്. സോ അപ്പം ഇവിടെ സമയത്ത് നമ്മളൊരു ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ് എടുത്തില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സമയത്ത് തന്നെ ഒരു വെബ് അഡ്രസ് എടുക്കാൻ ശ്രമിക്കുക. ഇത് എടുക്കാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് പല സൈറ്റുകളുണ്ട്. അതിലൊരു സൈറ്റാണ് ഗോഡാഡി എന്ന് പറയുന്ന സൈറ്റ്. ഗോഡാഡി എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്, ഹോസ്റ്റിംഗർ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെയും കിട്ടത്തില്ല. അപ്പൊ ആ സൈറ്റിലേക്ക് വരുന്നു, ആ സൈറ്റിലേക്ക് വന്നതിന് ശേഷം അവിടെ നമ്മുടെ ഡൊമൈൻ നെയിം സെർച്ച് ചെയ്യുക. അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് നെയിം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇവിടെ naturefresh.com എന്ന് സെർച്ച് ചെയ്തു. വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ പേര് കിട്ടത്തില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ടേക്കൺ, വേറെ ആരോ എടുത്തു പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി അതിനകത്ത് വേറെ എന്തെങ്കിലും പേരൊക്കെ ഒന്ന് മാറ്റി എടുക്കുന്നതായിരിക്കും വേറെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത്. നേച്ചർ ഫ്രഷ് കേരള എന്നൊക്കെ പറഞ്ഞ് പേര് മാറ്റിയൊക്കെ എടുക്കേണ്ടി വരും. പേരിനോട് അല്പം എന്തെങ്കിലുമൊക്കെ ചേർത്തൊക്കെ എടുക്കേണ്ടി വരും. ഇതേപോലെ നമുക്ക് പേര് കണ്ടെത്തി അത് കണ്ടിന്യൂ കൊടുത്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സും നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്താണ് ഒരു ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ്സ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്, നമ്മൾ വാങ്ങിക്കേണ്ടത്. സോ ഇത് ഞാനിവിടെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമൈൻ നെയിം നമ്മുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക, അതായത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് തന്നെ രജിസ്റ്റർ ചെയ്യുക. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 9-10 വർഷമായിട്ട് ഇതേപോലെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സോ പലരും ക്ലാസ്സുകളിൽ വരുന്ന സമയത്ത് അവരുടെ എക്സ്പീരിയൻസസ് പറയാറുണ്ട്. ഈ വെബ്സൈറ്റ് ഡിസൈനിന്റെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് പലർക്കും പറ്റിയിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിസൈൻ ഏജൻസികളെ കൊണ്ടും വെബ്സൈറ്റ് ഒക്കെ നിർമ്മിക്കും, എന്നിട്ട് ആ വെബ്സൈറ്റ് ഒക്കെ അവർ ഉപയോഗിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ ഈ വെബ്സൈറ്റ്
അഡ്രസ്സ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് ഉണ്ടാക്കി കൊടുത്ത ആളുടെ പേരിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ആക്ച്വലി നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വീട് വെക്കുന്നു, വീട്ടിൽ നമ്മൾ കയറി താമസിക്കുന്നു. പക്ഷെ ആ വീടിന്റെ ആധാരം അല്ലെങ്കിൽ അതിന്റെ പ്രമാണം ഇരിക്കുന്നത് ആരുടെ പേരിലാണ്? അതിന്റെ മേശിരിയുടെ പേരിലാണ്, പണിഞ്ഞു തന്ന മേശിരിയുടെ പേരിലാണ്. അപ്പൊ ആരാണ് അതിന്റെ ഓണർ എന്ന് പറയുന്നത്? അത് പണിഞ്ഞു തന്ന മേശിരിയാണ്. ഇതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ വെബ്സൈറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കി തന്ന ആളുടെ പേരിൽ കിടക്കുക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു വെബ്സൈറ്റ് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വെബ് അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു യൂസർ ആയിരിക്കും, അതിന്റെ ഓണർ എന്ന് ഉണ്ടാക്കി തന്ന ആളായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ പെയ്ഡ് കോഴ്സിൽ വന്ന ചിലർ പറഞ്ഞത്, ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. ഇത് നമ്മുടെ പേരിൽ തന്നെ വേണമായിരുന്നു. ഇപ്പൊ അത് പോയി ചോദിക്കുമ്പോഴത്തേക്ക് ആ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത ആൾക്കാർ 25,000 അല്ലെങ്കിൽ 50,000 രൂപയൊക്കെ തന്നെങ്കിലേ ട്രാൻസ്ഫർ ചെയ്ത് തരത്തുള്ളൂ എന്ന് പറയുന്നു. So അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ സമയത്ത് തന്നെ വെബ് അഡ്രസ്സുകൾ നിങ്ങളുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. സ്വന്തം പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ സമയത്ത് അത് മേടിക്കുക. സമയത്ത് മേടിച്ചില്ലെങ്കിലും അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് വാങ്ങിച്ച് മറിച്ച് വിൽക്കുന്ന ഒരു ബിസിനസ് ഉണ്ട്. ഡൊമൈൻ നെയിമുകൾ വാങ്ങിച്ച് മറിച്ച് വിൽക്കുന്ന ബിസിനസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ കേരളത്തിന് ടൂറിസം ഭൂപടത്തിൽ അറിയപ്പെടുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ഒരു പേരിലാണ്. ദൈവത്തിന്റെ സ്വന്തം നാട്, godsOwnCountry.com. ഓക്കെ, godsOwnCountry.com എന്ന് നമ്മൾ വന്ന് ഈ ഗോഡാഡിയിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കത് അവൈലബിൾ ആണെങ്കിൽ, അത് വാങ്ങിച്ചിടുവാണെങ്കിൽ നമുക്കൊരു ടൂറിസം കമ്പനികളെ അവർ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് വലിയ വിലയ്ക്ക് മേടിക്കും. ഓക്കെ, പക്ഷേ ഗോഡ്സ് ഓൺ കൺട്രി ഞാനിപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. എത്രയാണ് അതിന്റെ പ്രൈസ് കാണിക്കുന്നത്? 2,60,000 രൂപയാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മിടുക്കന്മാർ ഇത് നേരത്തെ വാങ്ങിച്ച് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് ഇവിടെ. എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് അതിന് നല്ല പേരുകളാണെങ്കിൽ, ഇഷ്ടമുള്ള വിലയ്ക്കാണെങ്കിൽ അത് വിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡൊമൈൻ നെയിം സമയത്ത് തന്നെ എടുക്കുക, അതേപോലെ തന്നെ സ്വന്തം പേരിൽ അത് മേടിക്കുക എന്നുള്ളതാണ്. സോ ഇത് മേടിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് പിന്നെ നിർമ്മിച്ചാലും മതി, പക്ഷേ പേര് സമയത്ത് തന്നെ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് വെബ് അഡ്രസ്സുകളെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഞാൻ ഈ മേഖലയിലേക്ക് വന്നത് കൂടി ഞാൻ 2 മിനിറ്റിൽ പറയാം. 2016 ബാംഗ്ലൂരിൽ വിപ്രോയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനത്തെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. സോ അപ്പോൾ അവിടെയുള്ള നല്ല സാലറി ഉള്ള ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇതിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ച 3 ഘടകങ്ങളാണ് ആക്ച്വലി. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇത് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സോ അതാണ് ഇതിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്, ഈ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് ക്ലാസ്സുകൾ എടുക്കുക, പിന്നെ ഈ ക്ലാസ്സിൽ വരുന്നവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുക, പിന്നെ അതേപോലെ പുതിയ പുതിയ പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പഠിച്ചിട്ട് അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താണ്, ഈ ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഒരു ആവേശം തരുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതാണ് ഇതിലേക്ക് വരാനുള്ള രണ്ടാമത്തെ കാരണം. അപ്പോൾ ഈ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾ വരുന്നതിലേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു വിഭാഗം ആൾക്കാരെ മാത്രം നിന്നാൽ പോരാ. ടെക്കിസ്, ടെക്നോ പാർക്ക്, ഇന്റർനെറ്റ്, അല്ലെങ്കിൽ പിന്നെ അഡ്വർടൈസിങ് കമ്പനികൾ, അവിടെ മാത്രം നിന്നാൽ പോരാ. ഇത് എല്ലാവരിലേക്ക് എത്തുകയും എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും വേണം. അതുകൊണ്ടാണ് ഈ ഡെമോ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുകയും അതിന്റെ അവയർനെസ് ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. സോ ആ ഒരു ലക്ഷ്യവും നിറവേറ്റി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ആക്ച്വലി ഈ മേഖലയിലേക്ക് വരികയും നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഈ കഴിഞ്ഞ ഒരു 9-10 വർഷമായിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ക്ലോസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ കണ്ട കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വെബ്സൈറ്റ് ഡിസൈന്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്നതൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചാറ്റ് വിൻഡോയിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഓഫർ പ്രകാരം നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനെ ഇമ്മീഡിയറ്റ്ലി ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് മെസ്സേജ് അയച്ചിരിക്കുന്നു, പേയ്മെന്റ് എറർ നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് മെസ്സേജ് അയക്കുക, അവരുടെ സൊല്യൂഷൻ അവർ തരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ്, താങ്ക് യു ഓൾ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, എക്സലന്റ് ക്ലാസ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു.